ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥയിലൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ശ്രദ്ധ എന്നാണ് ധ്യാനകഥയുടെ പേര്. സാധകൻ കഠിനമായിട്ടുള്ള സാധനാ പരിശീലനത്തിലാണ്. അത് കാരണം സാധകൻ ഗുരുവിനോടൊപ്പമാണ് സഹവാസം. തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം അപ്പപ്പോൾ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിക്കളയുന്ന ഒരു പ്രക്രിയയിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം ധ്യാനഗുരുവും ധ്യാനസാധകനും സംഭാഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ധ്യാനസാധകൻ ധ്യാനഗുരുവിനോട് പറയുകയാണ്, ഗുരു, എനിക്ക് എന്നെ ശ്രദ്ധിക്കുവാൻ പ്രയാസപ്പെടുന്നത് പോലെ തോന്നുന്നു. ശ്രദ്ധ അത്രത്തോളം വരുന്നില്ല. ധ്യാനഗുരു അവനിലെ ശ്രദ്ധയെ ശ്രദ്ധവാനാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ധ്യാനഗുരു ചോദിച്ചു, നിനക്ക് അശ്രദ്ധയെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയനെ, നിനക്ക് നിന്നിലെ അശ്രദ്ധയെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ധ്യാനസാധകൻ അതിന് മറുപടി പറയാൻ ഒട്ടും താമസം വന്നില്ല. സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കതിന് സാധിക്കുന്നുണ്ട്. അപ്പം ധ്യാനഗുരു അദ്ദേഹത്തെ തിരുത്തുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിനക്ക് അല്ലെങ്കിൽ പ്രിയന് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുന്നത്? അവിടെ ശ്രദ്ധയുണ്ടല്ലോ. അപ്പോഴാണ് ധ്യാനസാധകനൊരു കാര്യം മനസ്സിലാവുന്നത്. ആ അശ്രദ്ധയെ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ധ്യാനകഥയുടെ ഒരു സന്ദേശം എന്ന് പറയുന്ന, ഒരു തത്വം എന്ന് പറയുന്നത്, ശ്രദ്ധയിൽ ശ്രദ്ധിക്കപ്പെടാത്തതിനെ ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധ. ഇതാണ് അതിൻ്റെ തത്വം. ഈ ഒരു ധ്യാനകഥയിലൂടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിലേക്ക് തുടങ്ങുകയാണ്. നമ്മളിന്ന് ഷൊർണൂരിലാണ്. ഷൊർണൂരിലെ ത്രിപുര ആശ്രമത്തിലെ സ്വാമി നിജാനന്ദ സരസ്വതി മഹാരാജാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. സ്വാമിജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വന്നത്, അതിനെക്കുറിച്ചുള്ള സാഹചര്യവും അറിയാൻ താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? സ്വാമിമാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരാശ്രമ സ്ഥാപക ആചാര്യ അല്ലെങ്കിൽ സ്വാമിയായിട്ടിരിക്കുന്ന എൻ്റെ ബാല്യത്തെക്കുറിച്ച് അറിയണം എന്നാണ്. അപ്പോൾ ഇത്തരമൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ശാസ്ത്രത്തിൽ പറയും, നമ്മൾ പ്രമാണത്തിന് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതചര്യ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രഘുവംശം കാവ്യത്തിൽ ക്ഷാഗുവംശ രാജാക്കന്മാരായിരിക്കുന്ന അവരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ, ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തി തനുത്യജാം എന്നാണ് അവിടെ പറയണത്. എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ, ബാല്യത്തിൽ നമുക്ക് ശരിയായ ശിക്ഷണം, അറിവ്, വിദ്യാഭ്യാസം ലഭിച്ചാലാണ് മാതൃകാപൂർണമായ ഒരു ജീവിതം നമുക്ക് തുടരുവാൻ സാധിക്കുക എന്നാണ് അതിൻ്റെ രത്നചുരുക്കം. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ ആധ്യാത്മിക സംബന്ധമായ വിഷയത്തെക്കുറിച്ച് ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങളോ പ്രാരബ്ധങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഈ ജന്മത്തിന് അല്ലെങ്കിൽ ജീവിതത്തിന് കാരണം എന്നാണ് അവിടെ അസന്ധിഗ്ധമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിലെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ബാല്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ സന്യാസം അല്ലെങ്കിൽ അവധൂതാവസ്ഥ, ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു വിഷയമല്ല. അത് സഹജമായിട്ട് നമ്മുടെ ജീവനിൽ, സോളിൽ, ആത്മാവിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് അതിനനുസൃതമായൊരു ജീവിതചര്യയിലേക്ക് നമ്മൾ മാറുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ പൂർവാശ്രമം
എന്നാ ഇപ്പം ഞങ്ങളൊക്കെ അതിനെ പറയാം. പ്രത്യേകിച്ച് സന്യാസ ജീവിതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂർവാശ്രമം എന്ന് വെച്ചാൽ സന്യസിക്കുന്നതിന് മുമ്പേ ഉള്ള ആശ്രമം എന്താണെന്നുള്ളതാണ്. കാരണം നമുക്ക് 4 ആശ്രമങ്ങളെ കുറിച്ചിട്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ അങ്ങനെയുള്ള സന്യാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ബ്രഹ്മചര്യം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇപ്പോൾ ഒരു 100 പരമാവധി ആയുസ് 100 വർഷം എന്ന് പറയുമ്പോൾ അതിനെ 4ആക്കി വിഭജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ 4 ഘട്ടത്തെ ആദ്യത്തെ ഭാഗത്തെ ബ്രഹ്മചര്യമെന്നും അതിനുശേഷം ഗാർഹസ്ഥ്യമെന്നും പിന്നീടാണ് വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്രമം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാല്യത്തിൽ ശരിയായൊരു ശിക്ഷണം ലഭിക്കണം എങ്കിൽ അങ്ങനെ ലഭിക്കാത്തവർക്കും ഈ പറയുന്ന അവധൂതാവസ്ഥ എന്ന് വെച്ചാൽ ആത്മജ്ഞാനം. ഇപ്പോൾ അവധൂത അവസ്ഥ എന്ന് പറയുമ്പോൾ പലരും അതിനെ പല രീതിയിലും ചിന്തിക്കും, ചോദിക്കും. അപ്പോൾ അതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞ ആത്മജ്ഞാനം. അപ്പം ഹുവേമ്മ, ഇപ്പം ഞാൻ ആരാകുന്നു, എനിക്ക് എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടി ഇപ്പോൾ ഹീറോയെന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ രീതിയിൽ ജീവിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ശരിക്കും അതുതന്നെയാണ് യാഥാർത്ഥ്യത്തിലുള്ള സന്യാസവും, അതുതന്നെയാണ് ഈ അവധൂതാവസ്ഥ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ചും സനാതനധർമ്മം, അതിൽ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ബാല്യം അമ്മയുടെ പാരമ്പര്യം, കുലം, കുടുംബം അതാണോ നമ്മെ സ്വാധീനം ചെലുത്തിയത്? അല്ലെ അച്ഛൻ, പിതാവിൻ്റെ പാരമ്പര്യം, പിതാവിൻ്റെ കുടുംബത്തിലെ ആ പൈതൃകം, ആ ഒരു കൾച്ചർ, സംസ്കാരമാണോ നമ്മളെ സ്വാധീനിച്ചത്? ഇനിയിപ്പോൾ ഇത് രണ്ടുമല്ലെങ്കിൽ സോൾ, ഒരു ജീവൻ, ആത്മാ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു നിയോഗം, അതിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിക്കും ഇവിടെ ഈ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രാരബ്ധമാണോ ഈ ജീവിതത്തിന്, ജന്മത്തിന് കാരണം എന്നാണ്. ഞാനിത് എന്തിനു വേണ്ടി പറയുന്നു എന്ന് വരികയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യം, ഇപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് ജന്മം നൽകിയ പിതൃപാരമ്പര്യം എന്ന് പറയുന്ന അവിടെ കുറച്ച് രാജസ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു പൈതൃക, അങ്ങനത്തെ ഒരു സംസ്കാരമാണ് അവിടെയുള്ളത്. എന്നാൽ അമ്മയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാലോ അവിടെ സാത്വികന്മാരാണ്. നമ്മൾ പറയുന്ന സസ്യബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വളരെ ആ രീതിയിൽ പറയുന്ന, അതാണ് അഹിംസാ പരമോധർമ്മ എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ വൈരുദ്ധ്യമായിരിക്കുന്ന, പരസ്പരം പ്രതികൂലങ്ങളായിരിക്കുന്ന 2 ജീവിതചര്യകൾ കണ്ടുകൊണ്ടിട്ടാണ് എൻ്റെ ബാല്യം തന്നെ. ഒരു സ്ഥലത്ത് എല്ലാവരും ഇപ്പോൾ നമ്മൾ അഹിംസയിലൊക്കെ പറയുന്ന പോലെ ഇങ്ങോട്ട് നമുക്ക് ഒന്ന് കിട്ടിയാൽ മറുകരണവും കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഒരു പക്ഷത്ത് എന്താണ്, അങ്ങനെയല്ല, ഇങ്ങോട്ട് അതിനെച്ചാൽ ആ രീതിയിൽ എന്താണോ ഇപ്പം നമ്മളോട് എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങോട്ടും അങ്ങനെ എന്നുള്ള രീതിയിൽ വളരെ കർക്കശമായിരിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന പാരമ്പര്യമാണ് പിതാവിൻ്റേത്. അപ്പോൾ ഇനി ജന്മം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് പിന്നെയൊക്കെ എന്താ പറയുക, പ്രസവം എന്ന് പറയുന്ന അമ്മയുടെ ആ സാഹചര്യത്തിൽ ഇന്നത്തേതുപോലെയുള്ള ആധുനിക വൈദ്യസഹായങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടറിവ്. അപ്പോൾ എന്താ വെച്ചാൽ വയറ്റാടികൾ എന്ന് പറയുന്ന രീതിയിൽ ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അവർ വീട്ടിൽ വന്നിട്ട് പ്രസവം അത് എടുക്കുക ചെയ്യാം. അപ്പോൾ അമ്മയുടെ എന്താ പറയുക ഭവനം, അവിടെ ജന്മത്തിന് വേണ്ടി അങ്ങോട്ടാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവിടെ സുബ്രഹ്മണ്യോപാസകരായിരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അങ്ങനെയുള്ളൊരു, അപ്പോൾ അതിനോട്, ആ ക്ഷേത്രത്തിനോട്, ആ കോവിൽ, ഇപ്പോൾ അവന് കോവിലെന്ന് പറയാം, അമ്പലം എന്ന് പറയാം, എന്തോ ആകട്ടെ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മ ഈ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനേറെ പറയുന്നു,
അപ്പോൾ അമ്മയുടെ ആങ്ങള എന്ന് വെച്ചാൽ അപ്പോൾ അമ്മാവൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹം നല്ലൊരു ഉപാസകനും ഭക്തനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ശരി പ്രസവം നന്നായി നടക്കട്ടെ എന്നുള്ള രീതിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആ കോവിലിൽ ഭജനയോടുകൂടി ഇരിക്കുകയാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ എന്തിനേറെ പ്രസവ വേദന എന്നുള്ള രീതിയിൽ മണിക്കൂർ കണക്കിന് അമ്മ പറഞ്ഞ രീതിയിൽ അതിൻ്റെ സഞ്ചാര പ്രയാസം അനുഭവിച്ചിട്ടും പ്രസവം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റാട്ടി അപ്പോൾ അങ്ങനെ വിഷമം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇദ്ദേഹം പറയുകയാണത്ര, ഈ ജനിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നിത്യബ്രഹ്മചാരിയാക്കി മണികണ്ഠൻ എന്നുള്ള നാമവും നൽകി ഞാൻ അങ്ങനെ അവനെ ഈശ്വരഭക്തനാക്കിയിട്ട് അല്ലെങ്കിൽ ദൈവീകമായ ഒരു മാർഗത്തിൽ ജീവിക്കുന്ന അതാക്കിയിട്ട് മാറ്റാം എന്ന് സുബ്രഹ്മണ്യ ഭഗവാന് സാക്ഷി നിർത്തി പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ അമ്മ പ്രസവിച്ചു എന്നാണ് പറയണത്. അത് കഴുത്തിൽ മണി കെട്ടി മല ചവിട്ടിപ്പിക്കാന്നാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു നാമത്തോടു കൂടിയാണ് ജനനം സംഭവിച്ച് എന്നാണ് പറയുന്നത്. അതിരിക്കട്ടെ. അപ്പോൾ അതാണ് അങ്ങനെ, അത് കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ പിതാവിൻ്റെ ദേശത്തിലേക്ക് അവിടേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ പഠനം, വിദ്യാഭ്യാസം അവിടെ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അധ്യാപകർ, നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ തന്നെ നമ്മളോട് സ്നേഹം കാണിക്കുന്നവരായിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ഹിന്ദി, അതിന് ഏത് ഭാഷയായിക്കൊള്ളട്ടെ, അവരുടെ ഒരു മക്കളോട് എങ്ങനെ സ്നേഹവാത്സല്യത്തോടു കൂടി ഇടപെട്ട് പെരുമാറി നമ്മളെ പ്രോത്സാഹിപ്പിക്കുമോ ആ രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ, എന്തോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ഇൻഡ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു തോന്നലുണ്ടാവും എന്നാ. അപ്പോൾ എന്തിനേറെ 7ാം വയസ്സിലാണെന്ന് തോന്നുന്നു അന്നൊരു. അപ്പം എന്താ വെച്ചാൽ പിതാവിൻ്റെത് രാജസം എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ നോൺ വെജിറ്റേറിയനും മത്സ്യവും മദ്യവും അങ്ങനെയൊക്കെ പിതാവും അവരുടെ കുടുംബങ്ങളും ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുകയാണത്രേ, ഒരു ദിവസം ഈ പറഞ്ഞ രീതിയിൽ സ്വപ്നത്തിൽ ഒരു സ്വപ്ന ദർശനം എന്നുള്ള രീതിയിലുള്ളൊരു ദർശനമാണ്. ഇപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും മഹാദേവിയൊക്കെ ആയിട്ട് ജന്മോദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ അതെന്തോ അത് കൂടുതലിപ്പോൾ ഇവിടെ പറയേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ മാതാപിതാക്കന്മാരോട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് പറയുകയാണ്, ഇന്ന് മുതൽ എനിക്ക് മത്സ്യവും മാംസവും അങ്ങനെയുള്ള ഭക്ഷണമൊന്നും തരരുത്, എന്നെ ഒരു സ്വാമിക്കുട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരണം, എനിക്കുള്ളത് അങ്ങനെ പാടുള്ളൂ എന്നുള്ള പറച്ചിലാണ് എന്നാണ് പറയണത്. അപ്പോൾ അതിന് ചില നിമിത്തങ്ങളും കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പക്ഷെ അന്ന് മുതൽ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ സസ്യബുക്ക്, അത് പ്രത്യേകിച്ച് ഇപ്പോൾ പലരും ഇപ്പം നമ്മുടെ ആശ്രമത്തിൽ ഗൗളമാർഗത്തിലും വാമമാർഗത്തിലും സമയാചാരത്തിലും ഒക്കെ ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ അറിവുകൾ തേടി വരുന്ന ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവർ പക്ഷേ നമ്മുടെ വെബ്സൈറ്റിലായാലും അല്ലെങ്കിൽ ആളുകളോടും പറയുന്നത് പൂർണ്ണ അതിൻ്റെ എല്ലാവരും സസ്യബുക്ക്, എല്ലാവരും എന്ന് വെച്ചാൽ അതിൻ്റെ സസ്യബുക്ക് ആവണം എന്ന് വെച്ചാൽ അഹിംസയാണല്ലോ. അങ്ങനെയുള്ളത് പറയുമ്പോൾ അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കും, ഇതെന്താ സ്വാമിജി ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതെന്താ വെച്ചാൽ അഹിംസാ പരമോ ധർമ്മം എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ശാസ്ത്രത്തിൽ, നമ്മുടെ സിദ്ധാന്തത്തിൽ അഹിംസയാണ് എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അത് തന്നെയാണ് നമ്മുടെ ശ്രീ ബുദ്ധനും പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മളൊരു 10ാം ക്ലാസ് അപ്പം എന്താ വെച്ചാൽ യു പിയിലെ കാര്യമൊരു അങ്ങനെയുള്ളൊരു പരിവേഷത്തിൽ അങ്ങനെ പോയി. എന്നാൽ നമ്മുടെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുമ്പോഴെന്താണ്,
നമ്മുടെ ഇന്നത്തെ കലാലയ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ ആ രംഗത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. അവിടെ കാരണം നമുക്ക് ചെറിയ കലാവാസനകളൊക്കെ കുട്ടിക്കാലത്തുള്ളതാണ്. ചെറിയ എഴുത്തുകളും എന്ന പോലെയുള്ള രീതിയിലുള്ള അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതോടുകൂടി ആയപ്പോൾ സംഘടനാ രംഗത്തിലും അവിടെ അത് ശോഭിക്കാണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നമ്മുടെ പറയേണ്ടതല്ലെങ്കിലും പറയട്ടെ, 10ാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്താണ് എൻ്റെ ഓർമ്മ അത് ശരിയാണെങ്കിൽ TM ജേക്കബ് സാർ, അദ്ദേഹമായിരുന്നു തോന്നുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം അന്ന് പ്രത്യേകം പറയണ്ടായി, ബിരുദവും തൊഴിലുമായിട്ട് ബന്ധമില്ല എന്ന്. എനിക്ക് അന്ന് മുതൽ എനിക്കില്ലെങ്കിൽ തന്നെ എന്തിനാ വെറുതെ പഠിക്കാൻ പോകണം, അല്ലാതെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനെയാണ് ഈ വിദ്യാഭ്യാസം, എന്തിനെയാണ് ഈ പഠിപ്പ്, എന്തിനെയാണ് കാര്യം എന്നുള്ളത് തന്നെ ഉള്ളിലിങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചിന്തയ്ക്കൊരു ഉന്ത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയും. അപ്പോൾ പിന്നെ അവന് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, അപ്പോൾ തൊഴിലും അപ്പോൾ പഠിച്ചതിനനുസരിച്ചല്ല തൊഴിൽ കിട്ടുക എന്നൊരു അർത്ഥം അതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തോ ആകട്ടെ, അപ്പോൾ അങ്ങനെ മാറി പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം ഇപ്പോൾ വേണമെങ്കിൽ ഒരു അവധൂത അവസ്ഥയിലൂടെയുള്ളൊരു ദിനചര്യകളും ജീവിതചര്യകളും ആയിരുന്നു എന്നാണ്. ഒരുപാട് സഞ്ചാരങ്ങളും കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ഒത്തിരി ആശ്രമങ്ങളും പറഞ്ഞ പോലെ വ്യത്യസ്ത മത അധ്യക്ഷന്മാരായിരിക്കുന്ന ആചാര്യന്മാരെയും എന്നുവെച്ചാൽ എല്ലാ മതത്തിലെയും അവരെയൊക്കെ ദർശിക്കാനും അങ്ങനെയായിട്ട് എന്തിനേറെ 1999 നമ്മുടെ സന്യാസ ദീക്ഷ എന്നുള്ളത് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നദിമൂലം ഋഷിമൂലം ചോദിക്കരുത് പറയരുത് എന്നാണെങ്കിലും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ഇപ്പം നിജാനന്ദ സരസ്വതി എന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ആധാർ കാർഡ്, ഈ റേഷൻ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കും വെബ്സൈറ്റും ഉണ്ട്, ആശ്രമം ട്രസ്റ്റുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അക്കൗണ്ടുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വ്യക്തമായൊരു മേൽവിലാസം, ഐഡൻറ്റിറ്റി വേണം. അല്ലാതെ ഞാൻ അച്ഛനും അമ്മയും ആരും ഒന്നുമില്ലാത്ത നാമവും രൂപവും ഒന്നുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ നിരീക്ഷണത്തിൽ പെടും സർക്കാരിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടായാലും ചിലതൊക്കെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും വേണ്ട, പക്ഷേ ഇതെന്തായാലും നമ്മളൊരു സത്സംഗ സെൻ്ററാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു പൂർവാശ്രമം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കൂടി അത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നിന്ന് തന്നെയുള്ളൊരു സന്യാസമായിരുന്നു എന്ന്. അതാണ് ഇപ്പം ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഈ ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും ഈ ജന്മത്തിൽ സ്വീകരിക്കാതെ ആദ്യത്തിൽ നിന്ന് അങ്ങോട്ട് 4ാമത്തിലേക്ക് ചാടി കയറുക ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാനും പറ്റില്ല, നമ്മളെയും ഉൾക്കൊള്ളാൻ പറ്റില്ല, പലർക്കും നമ്മളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ശ്രീവിദ്യ വിഷയം വലിയൊരു വിഷയമാണ്, അതിരിക്കട്ടെ. അതിൽ വാമാചാരം എന്ന് പറയുന്ന ഈ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. അതിലും പ്രത്യേകിച്ച് എന്താ പറയുക, പഞ്ചമകാര സാധനകൾ. അപ്പോൾ ഈ ജന്മത്തിൽ ഒരനുഭവം ഇല്ലാത്ത ആളെങ്ങനെ അത് പറയും എന്നൊക്കെയാണ് അവിടെ വിഷയം. ഇരിക്കട്ടെ. അപ്പോൾ ബാല്യത്തെക്കുറിച്ച് തൽക്കാലം എന്നെ സംബന്ധിച്ച് നല്ലൊരു ബാല്യമായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇപ്പോൾ മുസ്ലിം മതസമുദായത്തിലും ക്രിസ്ത്യൻ മതസമുദായത്തിലും അതുപോലെ തന്നെ ഹിന്ദു മതസമുദായത്തിലും മറ്റേ പല പല സമുദായത്തിലുള്ള കുട്ടികളൊക്കെ അന്ന് ഞങ്ങൾ ഒരുമയോടുകൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ജാതിയോ മതമോ ഒന്നും അന്ന് എന്നെ സംബന്ധിച്ച് ഇന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്കിങ്ങനൊരു കാവ്യയും ഇങ്ങനൊരു പൊട്ടും ഈ സരസ്വതി എന്നാവുന്നതുകൊണ്ട് സമൂഹത്തെ സംബന്ധിച്ച് ഞാൻ സനാതന ധർമ്മ വിശ്വാസിയാണ്, ഹിന്ദുമത വിശ്വാസിയാണ്. അല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ച് ആ മതേതരത്വം എന്നുള്ള രീതിയിലുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആ ഒരു ഭാവനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നും ബാല്യത്തിൽ തന്നെ തുടരാനാണ് ഇപ്പോഴും ആഗ്രഹം. ഇപ്പോൾ ഈ ചോദ്യം വന്നപ്പോഴാണ് നമ്മുടെ ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിന് എന്തായാലും 50 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് ഗാർഹസ്ഥ്യത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ വാനപ്രസ്ഥം എന്നുള്ള രീതിയിലുള്ളൊരു കാലഘട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം ഇത്തരം കാര്യം ഒന്ന് അത് അയവിറക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ഒരു അവസരം നൽകിയതിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ബാല്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഈ ബാല്യം എന്ന് പറയും ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയാണ്, അല്ലാതെ പൊട്ടത്തരമല്ല. അവിടുത്തെ മണ്ടത്തരമോ വിഡ്ഢിത്തരമോ അനൗചിത്യത്തോടു കൂടിയുള്ള പെരുമാറ്റമല്ല, നിഷ്കളങ്കത, ആ സത്യസന്ധത. ഇപ്പോൾ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ വിശപ്പുണ്ട് പറയുക, അല്ലാതെ അത് ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അവധൂതാവസ്ഥ അല്ലെങ്കിൽ സന്യാസം നഷ്ടപ്പെടുമോ? എനിക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ആ ദാഹിക്കും, ഞാൻ കുടിക്കുന്നതെന്തോ
പാലായിരിക്കാം, ജലമായിരിക്കാം, അല്ലെങ്കിൽ എന്താണോ നമുക്കിഷ്ടമുള്ള പാനീയം അത് നമ്മൾ ആളുകളുടെ വിചാരം സ്വാമിയാണെന്ന് പറഞ്ഞാൽ വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ശോകം ഉണ്ടാവില്ല, മോഹം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആളുകളോട് ഇത് അറിയാത്തവരോട് ഇത് ചോദിച്ചാൽ സന്യാസം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് പലരും ചോദിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സഹജമായിട്ട് ഇപ്പം നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോഴാണ് ആഹാരം, അപ്പോൾ അതിന് അന്നം. അപ്പോൾ ആ ഒരു കൃത്യനിഷ്ഠ വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യനിഷ്ഠ പാലിച്ചാൽ നമുക്ക് ശരിയായ വിശപ്പും ദാഹവും അതൊക്കെ ആയിട്ട് നമുക്ക് ഭഗവാൻ ഈശ്വരൻ അനുവദിച്ച ആയുസ് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്നാണ് അതിൽ പറയാനുള്ളത്. ആ ചോദ്യത്തിന് ഇപ്പോൾ ഇത്രയും മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, ബാല്യം എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞ, ഇപ്പം ശൈശവേ അഭ്യസ്ത വിദ്യാനാം എന്ന് പറയുമ്പോൾ വിദ്യ ആത്മജ്ഞാനത്തിന് ആയിരിക്കണം വിദ്യാഭ്യാസം. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങളും പകർന്നു കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ മാതാപിതാക്കന്മാരും സർക്കാരും അധ്യാപകരും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ഇത് പറയാനൊരു അവസരം കൂടിയാണ് ഇപ്പോൾ നൽകിയത്. കാര്യം മൂല്യബോധമാണല്ലോ നമ്മളെ സംസ്കാര സമ്പന്നരാക്കുന്നത്. നല്ല ചോദ്യം, നല്ല ചോദ്യം. ശരി സ്വാമിജി, അങ്ങ് ശ്രീവിദ്യോപാസകനാണല്ലോ. സാധാരണ ശ്രീവിദ്യോപാസനയെ പറ്റി കേട്ടിട്ടുള്ളത് ഇത് ഗൃഹസ്ഥർക്കുള്ളതാണെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടിട്ടുള്ളത്. അങ്ങേക്ക് അതിൻ്റെ എന്താണ് അഭിപ്രായം അതിനെക്കുറിച്ച്? ശരിയാണോ? ഗൃഹസ്ഥർക്ക് മാത്രമുള്ളതാണോ? അത് കാലികമായിട്ട് വളരെ കാര്യമാത്ര പ്രസക്തമായൊരു അന്വേഷണം തന്നെയാണ്. ശ്രീവിദ്യ ഗൃഹസ്ഥർക്ക് മാത്രം, ആ മാത്രത്തിലാണ് ഇവിടെ അടിവരയിടേണ്ടത്. ശ്രീവിദ്യ എന്ന് പറയുന്ന തന്ത്രസാധന അല്ലെങ്കിൽ ഉപാസന അത് ഗൃഹസ്ഥർക്ക് മാത്രമാണോ? നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശരിക്കും അറിയേണ്ട ഒരു അന്വേഷണം തന്നെയാണത്. അങ്ങനെ സമൂഹം ധരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ധരിക്കുന്നു? അല്ല, ഇത് എല്ലാവർക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ആകാം? അപ്പം ഇവിടെ ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരമേ ജന്മനി ശ്രീവിദ്യ എന്നൊരു പ്രയോഗമുണ്ട്. ചരമേ ജന്മനി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബർത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു ജനിമൃതി ഇല്ല. ഇത് മോക്ഷം, മുക്തി, ജീവൻ മുക്തിയോടുകൂടിയിരിക്കുന്ന ഒരു അന്ത്യജന്മമുള്ളവർക്കേ യഥാർത്ഥ ശ്രീവിദ്യ ലഭിക്കുള്ളൂ എന്നാണ്. ഇപ്പം ശ്രീവിദ്യ എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ ഒരുവിധം ഇല്ല. ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള ഏതൊരറിവും ശ്രീവിദ്യയുടേതാണ്. എന്നെ വിദ്യാ ദേവത ദേവിയുടെയാണല്ലോ, സരസ്വതി ദേവിയുടേതാണല്ലോ, അനുകൂലമായാലും പ്രതികൂലമായാലും എല്ലാം. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യ അത് ഭോഗച്ച മോക്ഷച്ച ഒറ്റ ജന്മം കൊണ്ട് തന്നെ, പ്രത്യേകിച്ചും സനാതനധർമ്മത്തിൽ ഏത് മതവിശ്വാസത്തിലായാലും നമുക്ക് ജന്മങ്ങൾ, കഴിഞ്ഞ ജന്മമുണ്ട്, ഇനിയും ഒത്തിരി ജന്മം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം. ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് മോക്ഷം സംഭവിക്കുള്ളൂ. അപ്പം അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പം പൂർവജന്മങ്ങളിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ദാമ്പത്യം, കുടുംബജീവിതം അല്ലെങ്കിൽ യോഗഭാവം അങ്ങനെയുള്ളൊരു ജീവിത ഭൂതകാലമല്ലായിരുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ എന്ന് വരികയാണെങ്കിൽ ഈ ജന്മത്തിൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ശ്രീവിദ്യ പൂർണ്ണമാകുള്ളൂ. അപ്പം അത് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചവർക്ക് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഉള്ളവർക്ക് മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രത്യേകിച്ച് അവിടെ പഞ്ചമകാര സാധനകൾ വരുന്നുണ്ട്. അതിൻ്റെ താത്വിക വശം എന്തോ ആകട്ടെ, ഇപ്പോൾ മത്സ്യം അങ്ങനെയൊക്കെയാണല്ലോ, മുദ്ര, മൈഥുനം, മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രക്രിയകൾ അവിടെ വരുന്നുണ്ട്. അപ്പം അത് വരുമ്പോൾ അതൊരു ഗൃഹസ്ഥനല്ലേ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ സംശയം സമൂഹത്തിൻ്റെ.
പ്രത്യേകിച്ചും സന്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ആണ് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞാൽ വെറും സാത്വിക നിഷ്ഠയിലുള്ള ഒരു ജീവിതചര്യയാണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇവിടെ ഗൃഹസ്ഥാശ്രമം, അപ്പോൾ ഭോഗവും മോക്ഷവും അതിനർത്ഥങ്ങൾ അനവധി ഉണ്ടെങ്കിലും ഉഭയസമ്മതപ്രകാരം നമുക്ക് നമ്മുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ അതൊക്കെ പൂർത്തീകരിച്ച് ലക്ഷ്യപ്രാപ്തിക്ക് ഒരു ജന്മം കൊണ്ട് തന്നെ സാധ്യമാകുന്ന ഒരു വിദ്യയാണ് ശ്രീവിദ്യ. അതിന് ഗൃഹസ്ഥാശ്രമ ജീവിതം നിർബന്ധമല്ല. എന്നാൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലുള്ളവരാണ് അവർ ഭാര്യയും ഭർത്താവും ശാസ്ത്രോക്തമായ രീതിയിൽ ശ്രീവിദ്യ ഉപാസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ശിവകുടുംബം പോലെ, ഗണപതി ഭഗവാനെ പോലെയും, സുബ്രഹ്മണ്യസ്വാമികളെ പോലെയും, ശ്രീ ഭദ്രകാളി ദേവിയെ പോലെയും, പിന്നെ ഏതൊക്കെയാണോ ദേവീ ദേവതാ സങ്കല്പങ്ങൾ, അതുപോലെയൊക്കെയുള്ള സന്തതി പരമ്പരകൾ ജനിക്കാൻ അത് സഹായിക്കും എന്നേ ഉള്ളൂ. അല്ലാതെ ഗൃഹസ്ഥാശ്രമികൾക്ക് മാത്രമാണെന്നല്ല. കാരണം സന്യാസിമാർക്ക്, കാരണം ഇപ്പോൾ സന്യാസ ദീക്ഷ എന്നതുപോലെ തന്നെ ശ്രീവിദ്യാ ദീക്ഷ. അപ്പോൾ എനിക്ക് സന്യാസ ദീക്ഷ പാരമ്പര്യത്തിലുള്ള ഗുരുഭൂതര് എത്രയോ എവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് വേറെ, അത് ഗുപ്തമായിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ പരമ്പരയെ, ശ്രീവിദ്യയുടെ പരമ്പരയെ പറയുന്നത് ശ്രീ ലളിതാ മിഹിള സമാജത്തിലെ അവിടുത്തെ ഗുരു മാതാജിയെ കുറിച്ചിട്ടാണ്. അപ്പം അവിടെ അമ്മ സ്ത്രീ രൂപത്തിൽ ശരീരത്തിലാണല്ലോ. പിന്നെ മാത്രമല്ല ബാല്യം മുതലേ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രവേശിക്കാതെ തന്നെ അവരെന്താ വെച്ചാൽ നമ്മുടെ പാരമ്പര്യം, ഇപ്പം നമ്മുടെ പേരിൻ്റെ കൂടെ സരസ്വതി എന്നുള്ള, ഇപ്പം നമ്മളിന്ന് പലരും അവരവരുടെ പേരിൻ്റെ കൂടെ സമുദായത്തിൻ്റെ ജാതിപ്പേര് ചേർക്കുന്ന പോലെയാണ് ഞങ്ങൾ സ്വാമിമാർ. ഞാൻ ഭാരതിയാണ്, ഞാൻ സരസ്വതിയാണ്, ഞാൻ വനമാണ്, ഞാൻ തീർത്ഥമാണ് എന്ന്. അത് ദശനാമി ആ സമ്പ്രദായത്തിൻ്റെ ഒരു പാരമ്പര്യം, ആ ഒരു മഹിമ, ആ ഒരു പ്രൗഢി കാണിക്കാൻ കൂടിയാണ്. പക്ഷെ അതൊരു ഐക്യവും സ്നേഹമാണ് അവിടെ വേണ്ടതെങ്കിലും ഇത്, അപ്പം ഇത് അറിയുമ്പോൾ, ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഗുണപ്രദമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കേന്ദ്രമായിരിക്കും പ്രത്യേകിച്ചും ശ്രീവിദ്യോപാസകരെ പോലെയുള്ള സന്യാസ ജീവിതം നയിക്കുന്ന അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് അപ്പോൾ രത്നചുരുക്കമായിട്ട് പറഞ്ഞാൽ ശ്രീവിദ്യ ഉപാസന അത് ഒരു ജന്മം കൊണ്ട്, ഇപ്പോൾ ചരമേ ജന്മനി എന്നുള്ള രീതിയിൽ അതിൻ്റെ പൂർണ്ണദീക്ഷ ലഭിച്ചിട്ടില്ല എന്ന് വരികയാണെങ്കിലും, ഇപ്പോൾ ഒരു അഷ്ടാക്ഷരി ആയാലും ഒരു പഞ്ചാക്ഷരി ആയാലും ഒരു നവാക്ഷരി ആയാലും അല്ലെങ്കിൽ ഒരു സുബ്രഹ്മണ്യോപാസന എന്ന പോലെ ഒരു ഏതുപാസന, ജപം, പൂജ, യാഗം, ധ്യാനം എന്നാണല്ലോ പറയുന്നത്. അപ്പം ധ്യാനം അതിൻ്റെ നിർഗുണധ്യാനോ സഗുണധ്യാനോ ഇതിൽ ഏതൊരു രീതിയെ ഉപാസിച്ചാലും എൻ്റെ നോട്ടത്തിൽ അതൊക്കെ ശ്രീവിദ്യാ മാർഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ആ ശ്രീവിദ്യ എൻ്റെ ഒരു അഭിപ്രായമാണല്ലോ ചോദിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ ഏത് മതവിശ്വാസികളായാലും ഏത് ഈശ്വരവിശ്വാസികളായാലും നാസ്തികൻ എന്ന് വെച്ചാൽ നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും അവരൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ശ്രീവിദ്യയെ തന്നെയാണ് ഉപാസിക്കുന്നത്. അപ്പം അത് ഗൃഹസ്ഥന് മാത്രമാണോ? സന്യാസിമാർക്കും ആകാം, ബ്രഹ്മചാരിമാർക്കും ആകാം, അവധൂതന്മാർക്കും ആകാം. പ്രത്യേകിച്ച് നമ്മുടെ ചട്ടമ്പി സ്വാമിജികളെക്കുറിച്ചും നാരായണ ഗുരുദേവനെക്കുറിച്ചൊക്കെ സമൂഹം ഇന്നും അവർ തമ്മിൽ ഈ കലഹമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ശിഷ്യപരമ്പരകൾ അവർ കുമാരോപാസകരായിരുന്നു, ഒരു ശ്രീവിദ്യോപാസകരായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോഴും ശിഷ്യന്മാർ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും ചട്ടമ്പി സ്വാമിജിയുടെ നാരായണ ഗുരുദേവൻ്റെയൊക്കെ സന്യസിക്കുന്നതിന് മുമ്പേ ബ്രഹ്മചാരി ആയിരുന്നപ്പോൾ പരിവ്രാജനം എന്നുള്ള രീതിയിൽ അവരെയൊക്കെ ഒത്തിരി കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളതാണ്, വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ആചാര്യന്മാർ തമ്മിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കറിയാലോ, കാരണം ഏതും അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശീലനം ചെയ്താൽ
സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് വെച്ചാൽ ഈശ്വരനിൽ തന്നെ ആത്മാവിൽ തന്നെ ചെന്നെത്തും എന്ന് പറയുന്നത് പോലെ ശ്രീവിദ്യ ഉപാസന ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇനി ഏതൊരു മതവിശ്വാസിക്കും ശ്രീവിദ്യ ഉപാസന ആകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് തൽക്കാലം അതിൻ്റെ ഒരു പരാമർശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വലിയ ബൃഹത്തായൊരു വിഷയമാണത്. സ്വാമിജിയുടെ ഈ ആശ്രമത്തിൻ്റെ പേര് ത്രിപുരാശ്രമം എന്നാണല്ലോ. സാധാരണ ആശ്രമങ്ങളുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നാമധേയമാണിത്. ഇങ്ങനെ ഒരു പേരിടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? അതെ, എന്തുകൊണ്ട് ത്രിപുരാശ്രമം എന്ന നാമത്തിൽ ഒരാശ്രമം ആരംഭിച്ചു, അങ്ങനെ ഒരു ആശ്രമത്തിൻ്റെ സ്ഥാപക ആചാര്യൻ എന്നുള്ളൊരു രീതിയിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് വളരെ കാര്യമാത്ര പ്രസക്തമായൊരു അന്വേഷണം തന്നെയാണ്. അപ്പം ഇവിടെ പറയാണ്ടായി നമ്മുടെ ബാല്യം, അവിടെ നിന്നാണല്ലോ ചോദ്യം ഉണ്ടായത്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്ന അമ്മയുടെ ആ ഒരു എല്ലാ പാരമ്പര്യവും നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്, സമ്മതമായിട്ടുണ്ടെങ്കിലും അമ്മയുടെ അവിടുത്തെ ആ ഒരു സാത്വികമായ ഒരു ജീവിതചര്യകളും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് വളരെ എന്താ വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. മറ്റു സ്ഥലത്ത് അതല്ല. അപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ ഏതിൻ്റെ പേരിലായാലും കർമ്മക്രിയ, പ്രത്യേകിച്ചും ദിവസമില്ലല്ലോ ഈ ചടങ്ങുകൾ, മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ചിലപ്പോൾ അപ്പോൾ ഈ പാനീയങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് രൂക്ഷം കൂടിയ പാനീയമായിരിക്കും. അപ്പോൾ അതിൽ ഈ പറയുന്ന രീതിയിൽ കൂടി കുറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചടങ്ങ് കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണല്ലോ. അതുപോട്ടെ, അതിപ്പോൾ ഇവിടെ പറയേണ്ട ഒരു വിഷയമല്ലായിരുന്നു, എങ്കിലും ഒരു രസത്തിന് വേണ്ടി ഒന്ന് ഓർത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ കാരണം ഞാൻ ശരിക്ക് ആശ്രമം ആരംഭിക്കേണ്ടത് ഒന്നുകിൽ നിത്യാനന്ദ ആശ്രമം, അല്ലെങ്കിൽ അങ്ങനെ പറയാം, നിജാനന്ദ ആശ്രമം, അല്ലെങ്കിൽ ശ്രീവിദ്യാശ്രമം, അല്ലെങ്കിൽ നിത്യാനന്ദാശ്രമം. ശരിക്കും ഈ മൂന്ന് നാമത്തിൽ ഏതെങ്കിലും ഒന്നാണ്. കാരണം ഒന്നുകിൽ ഗുരുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ സ്വന്തം നാമത്തിൽ ആശ്രമം ആരംഭിക്കണം എന്നാണ് പറയാം. ഒന്നുകിൽ സ്വന്തം നാമത്തിൽ. അതാണല്ലോ ഇന്നിപ്പോൾ പല ആചാര്യന്മാരുടെയും ആശ്രമങ്ങൾ അവരുടെ സ്വന്തം നാമത്തിൽ തന്നെയാണ്. ദീക്ഷാനാമമായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടേണ്ട ഒരു ചോദ്യം തന്നെയാണ്, അന്വേഷണം തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്മുടെ ആശ്രമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അങ്ങ് ചോദിച്ചതുപോലെ എൻ്റെ ബാല്യം, വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ അറിവുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നാമും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ, പ്രായമുള്ളവർ, ഇപ്പം പലരും മാറിയല്ലോ, എങ്ങനെയും 19 വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ശരീരത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ അവിടെ അവരെ ഇപ്പം പരിചയമുള്ളവരെ സംബന്ധിച്ച് ഞാൻ എന്താണ്, പൂർവ്വ ആശ്രമനാമത്തിലെ ഉണ്ണികൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ അവരിപ്പോൾ നമ്മൾ നിജാനന്ദ അല്ലെങ്കിൽ സരസ്വതി എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ചാൽ അദ്ദേഹം സ്വാമിജിയാണ്, ഗുരുജിയാണ്, സമൂഹത്തിൻ്റെ ഗുരുവാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഗുരുവാണ്, രാഷ്ട്രത്തിൻ്റെ ഗുരുവാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഗുരുവിനെ സ്വാമിജി എന്നെങ്കിലും വിളിക്കാനുള്ളൊരു സാമാന്യ ബോധം അല്ലേ, അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ നമ്മുടെ സമൂഹത്തിന് വേണം. അത് ഇല്ലാത്തതിൽ നമുക്ക് പരിഭവമൊന്നുമില്ല. ഞാൻ ഇത് എന്തുകൊണ്ട് എടുത്ത് പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം പ്രത്യേകം ചോദ്യം എന്തുകൊണ്ട് ത്രിപുരാശ്രമം എന്ന് പേരിട്ടു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിജാനന്ദ ആശ്രമം അല്ലെങ്കിൽ നിത്യാനന്ദ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കൊരു പാരമ്പര്യം, ഒരു പരമ്പരയുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഈശ്വരൻ എന്നുള്ള പേര് ആരാട്ട് എന്ന്. അപ്പോൾ ആദ്യം ഈശ്വരനാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം ജനിച്ചത് മനുഷ്യനാണെങ്കിൽ അല്ലേ, ഈ മനുഷ്യന് ആര് പേര് കൊടുത്തു എന്നുള്ള വലിയ തർക്കവിഷയമായി ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് ത്രിപുരാശ്രമം എന്ന് പേരിട്ടു എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എന്നെ പേരിട്ടു എന്നുള്ളത്, കാരണം അല്ലെങ്കിൽ എൻ്റെ ആശ്രമത്തിന് ഞാൻ തന്നെയാണല്ലോ പേര് കൊടുക്കുന്നത്. അപ്പോൾ പേര് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗുരുഭൂതരുടെ അനുവാദം, ഒത്തിരി ഗുരുഭൂതരുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് സന്യാസ ദീക്ഷയുടെയും ശ്രീവിദ്യാ ദീക്ഷയുടെയും പാരമ്പര്യത്തിൻ്റെ നാമത്തിലാണ്. അപ്പോൾ രണ്ട് ഗുരുഭൂതരുടെയും നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ സന്യാസ ഗുരു
ചില നിർദ്ദേശങ്ങൾ തന്നു, ഇന്ന രൂപത്തിലാകാം. എന്നപോലെ ശ്രീവിദ്യാഗുരുവും ചില നിർദ്ദേശങ്ങൾ തന്നു. ഇന്ന അവരെന്താന്ന് വെച്ചപ്പോൾ നമ്മൾ പക്വത വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ തരികയാണല്ലോ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ സന്യാസത്തിന്റെ നാമാണെങ്കിലും ശ്രീവിദ്യയുടെ നാമാണെങ്കിലും യോഗദീക്ഷയുടെ നാമാണെങ്കിലും ഞാൻ അവരോട് പേരോ കാര്യമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവരിങ്ങോട്ട് അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് തരുന്ന പേര് അതാണ് ഈ പറയുന്ന നാമമായിട്ട് വരുന്നത്. അപ്പൊ നിജാനന്ദ എന്ന് പറഞ്ഞ ബ്രഹ്മസത്യം എന്ന് പറയുന്ന പോലെ അവധൂത അവസ്ഥയിലുള്ള ആത്മജ്ഞാനിയുടെ ഒരു തലത്തെ നമ്മുടെ നാമകരണത്തിലൂടെ ബോധിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇന്നത്തെ ഒരു ദൃഷ്ടിയിൽ നമ്മൾ നാമം, ഒരാശ്രമത്തിന് നാമം കൊടുക്കുമ്പോൾ അതിനെ ഇപ്പൊ ദൈവത്തിന് ആര് പേര് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എവിടെയോ ആരോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സത്സംഗത്തിൽ ഏർപ്പെട്ടപ്പോൾ ദൈവം ഉണ്ടായിട്ട് 400 വർഷമായിട്ടുള്ളൂ അത്ര, വേറൊരു കൂട്ടർക്ക് 500 വർഷമായിട്ടുള്ളൂ അത്ര എന്നുപോലെ പലർക്കും ഓരോരോ സമയങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിരിക്കട്ടെ, ഞാൻ ഒരു ഇടയ്ക്കൊരു തമാശയും വേണമല്ലോ. അപ്പൊ ഇവിടെ ത്രിപുര ആശ്രമം എന്നുള്ളത് ശ്രീവിദ്യാഗുരുവിൻ്റെ നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് യോഗവിദ്യ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശാംഭവി വിദ്യ എന്നുള്ള രീതിയിൽ ഇതിൽ നിർഗുണ ധ്യാനത്തിലെ ദീക്ഷയും ലഭിച്ചിട്ടുള്ളതാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രിയാദീക്ഷയുടെ പ്രസക്തിയില്ല. ക്രിയാദീക്ഷ എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, ഇങ്ങനെയാണ് 3 വേദസംബന്ധമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ കാണ്ഡങ്ങൾ വരുന്നത്. അപ്പൊ ഈ 3 കാണ്ഡത്തിന്റെ സമന്വയം ശ്രീവിദ്യാ പദ്ധതിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ത്രിപുര ആശ്രമത്തിൽ അതിനെ പറ്റിയൊരു പേര് കിട്ടും, ത്രിപുര സുന്ദരി എന്ന് വെച്ചാൽ സാക്ഷാൽ ആദിപരാശക്തിക്ക് ത്രിപുരാശക്തി. അപ്പൊ അമ്മയിൽ നിന്നാണ് ഏത് വിദ്യയും. അപ്പൊ ഇവിടെ എന്താണ്, സന്യാസം മാത്രമല്ല ശ്രീവിദ്യയും എന്ന പോലെ ഏത് വിദ്യയും അതിൻ്റെ ആചാര്യന്മാരും അതിൻ്റെ പരമ്പരകളും നമ്മുടെ ആശ്രമമായിട്ട് നമ്മുടെ ആശ്രമത്തിലേക്ക് സമീപിച്ചാൽ എല്ലാ വിദ്യകളെക്കുറിച്ചിട്ടുമുള്ള ഒരു പരമജ്ഞാനം ലഭിക്കാൻ ഉപകരിക്കും എന്ന് വെച്ചാൽ ത്രിപുരോപാസന. അപ്പൊ അതിൻ്റെ പേര് ഗുരുഭൂതരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, എൻ്റെ ഇച്ഛയല്ല. വ്യക്തമായി കാണുമല്ലോ. അപ്പൊ ഗുരുഭൂതര് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് അല്ല ഏത് സമൂഹത്തിനും നമ്മുടെ സനാതന ധർമ്മം എന്ന് വെച്ചാൽ ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിനും രാഷ്ട്രീയത്തിനും ലോകത്തിനും ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ഈശ്വര തുല്യമായിട്ട് അംഗീകരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ അന്തർഭവിച്ച നല്ലൊരു നാമം. അപ്പോൾ അവർ ഒത്തിരി നാമങ്ങൾ എനിക്ക് എഴുതി തരുന്ന ഓപ്ഷനിൽ എനിക്ക് ഈ ത്രിപുരസുന്ദരിയുടെ ഉപാസനയുള്ളത് കൊണ്ട് ത്രിപുരാശ്രമം എന്നുള്ള നാമം കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് അത്രയും മതിയാവുമെന്നാണ് തോന്നുന്നത്. ആ പദത്തിൻ്റെ അർത്ഥമൊക്കെ എന്നേക്കാൾ കൂടുതൽ സ്വാമിക്കും അറിയാം, ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സ്വാമിജി ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അതിൻ്റെ അർത്ഥം ഒന്ന് സാധകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? ത്രിപുര എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒത്തിരി അർത്ഥങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ത്രിമൂർത്തികൾക്കും പുര, സിമ്പിളായി വളരെ ലളിതമായിട്ട് പറയുമ്പോൾ ത്രിമൂർത്തികൾക്കും പുര. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഇവരാണല്ലോ. ഇപ്പൊ നമുക്ക് ഒത്തിരി മതങ്ങളാണ് ഈ സനാതനധർമ്മത്തിലെ ഹൈന്ദവ വിശ്വാസത്തിൽ തന്നെ ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഗാണപത്യം, സൗരം, കൗമാരം എന്നൊക്കെ പറഞ്ഞ് തന്നെ അല്ലേ, ആസ്തികം നാസ്തികം എന്ന് പറഞ്ഞ് എത്ര ദർശനങ്ങളാ, എത്ര മതവിശ്വാസങ്ങളാ. അപ്പൊ അതിൽ ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദൈവമായിട്ടാണ് ആരാ, സൃഷ്ടികർത്താവായിട്ട് ബ്രഹ്മദേവൻ അല്ലേ, സ്ഥിതികർത്താവായിട്ട് വിഷ്ണു ഭഗവാൻ അല്ലേ, സംഹാരമൂർത്തിയായിട്ട് ശിവഭഗവാൻ മഹേശ്വരൻ. അപ്പൊ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും പുര പണ്ട് എന്ന് വെച്ചാൽ അവർക്കും പണ്ട് എന്ന് വെച്ചാൽ ആദ്യമുണ്ടായ ശക്തി ഈ ലോകത്തിൽ. ഇപ്പൊ പറഞ്ഞല്ലോ അൺനൗൺ ഈസ് ഓൾ നോയിങ്, അറിയപ്പെടാത്തതാണ് എല്ലാം അറിയുന്നത്. അപ്പൊ നാമങ്ങളെ കൊണ്ടും രൂപങ്ങളെ കൊണ്ടും നിർവചിച്ച് അറിയാൻ സാധിക്കാത്തത്, ലളിതമായി പറഞ്ഞാൽ ശുദ്ധബോധം. ഇതാണ് ത്രിപുര അല്ലെങ്കിൽ ത്രിപുര സുന്ദരിയുടെ ആ ശുദ്ധബോധത്തിൽ നിന്ന് നമ്മൾ താഴത്തെ ആ ഒരു പടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ത്രിപുര സുന്ദരി എന്നും പറഞ്ഞ് ആ 4 കരങ്ങളാണ്. ഓരോ കരങ്ങളിലും അത് നമുക്ക് ധ്യാനത്തിനും ജപത്തിനും പൂജത്തിനൊക്കെ ആയിട്ട് ഋഷീശ്വരന്മാർ ആ കൽപ്പിച്ച രൂപത്തിൽ നമ്മൾ
അങ്ങനെ വരുന്നതാണ്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞ് ഇത് മാത്രം എടുത്താൽ മതി. ഇന്ന് എന്നല്ല, എന്നും ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന അറിവുകൾക്കും മുൻപേ ഉണ്ടായ ആദ്യമായ അറിവിൻ്റെ സ്പന്ദനം എവിടെ നിന്നാണോ ആരംഭിച്ച്, ഇപ്പം ഈശ്വരൻ എന്നുള്ള പേരാരുട്ടു, ബ്രഹ്മാവിന് ബ്രഹ്മാവ് എന്നുള്ള പേരാരുട്ടു, അപ്പൊ പ്രകൃതി അല്ലേ, മനസ്സ്, സമഷ്ടി എന്നൊക്കെ പറയുന്ന ആ ത്രിപുരസുന്ദരി എന്നുള്ളതിൻ്റെ ശുദ്ധബോധം അതാണ് വ്യക്തമായി കാണും. പിന്നെ കാരണ സൂക്ഷ്മ സ്ഥൂല എന്ന് വെച്ചാൽ മൂന്നിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് ശ്യാമമേനൻ എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിപുര രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കിളിപ്പാട്ട് രൂപത്തിലൊക്കെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എടുത്തൊന്ന് എല്ലാവർക്കും ഒന്ന് റഫറൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അതിൽ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ കിട്ടും. വേറെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അപ്പം ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ലോകത്തിന് അറിയപ്പെടാൻ കഴിയുന്ന ഏതൊരു അറിവിനേക്കാൾ മുൻപേ ഉണ്ടായിരിക്കുന്ന അറിവേതോ അതാണ് ശുദ്ധബോധം ത്രിപുര. സ്വാമിജി, അങ്ങ് ത്രിപുര സുന്ദരി ദേവി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ത്രിപുര സുന്ദരിയിൽ ആ സുന്ദരി എന്ന് പറഞ്ഞ പദം എന്താണ്? ആ സുന്ദരം അല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കുന്നത് ആരാണ്? ത്രിപുര സുന്ദരിയിലെ സുന്ദരി എന്നുള്ള ആ ഒരു സൗന്ദര്യം അത് ആസ്വദിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതാണ് വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു അന്വേഷണം തന്നെയാണ്. ഇപ്പോൾ സൃഷ്ടി ആനന്ദത്തിൽ നിന്ന്, ബ്ലിസ് എന്ന് പറയുന്നത് പോലെ തന്നെ ആനന്ദത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ശാക്തേയ ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യോപാസന, അങ്ങനെ ഒരു ഉപാസനാ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ദേവി ഉപാസനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 3 ഗ്രന്ഥങ്ങളാണ് പറയപ്പെടുന്നത്. ഒത്തിരി ഉണ്ടെങ്കിലും അതിലൊന്ന് സൗന്ദര്യലഹരി, പിന്നെ ഒന്ന് ദേവി മഹാത്മ്യം, ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. അപ്പം ഇവിടെ ആ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ആദ്യം തന്നെ പറയുന്ന അതിലെന്താണ്? ശിവശക്തിയായുക്തോ യതി ഭവതി എന്നും പറഞ്ഞിട്ടാണല്ലോ അത് പോകുന്നത്. അപ്പം ഇതാരാണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ആനന്ദം അല്ലെങ്കിൽ സംതൃപ്തി, പൂർണ്ണത, തികവ്, ഈ ആനന്ദത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ആസ്വാദനം, ആത്മസംതൃപ്തി. അതാണല്ലോ ഇപ്പോൾ ഒരു മനസമാധാനം, മനസംതൃപ്തി. സമാധാനം ഉണ്ടെങ്കിലാണല്ലോ സംതൃപ്തി അവിടെ പൂർണ്ണമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ ആ ഒരു നൈമിഷികമായിരിക്കും. അപ്പം നമ്മുടെ ഏത് സാഹചര്യത്തിലും ആനന്ദമായിട്ട്. അപ്പം ഈ സുന്ദരി ആ ഒരു ശബ്ദം, സൗന്ദര്യം, അങ്ങനെ പറയുമ്പോൾ നമുക്കിവിടെ പോകേണ്ടത് ശരിക്ക് നവരസങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്കാണ്. നവരസം. അപ്പം നവരസങ്ങൾ അറിയും. അപ്പം അതിൽ പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന 2 രസമാണെന്നാണ് പറയുന്നത്. ശാന്തരസവും ശൃംഗാരരസവും. അപ്പം ശാന്തരസം എന്ന് പറഞ്ഞാൽ സന്യാസിമാരനുഭവിക്കുന്ന സൗന്ദര്യം, നിർഗുണോപാസനയിലെ സൗന്ദര്യം, ആനന്ദം. പിന്നെ ശൃംഗാരം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥന്മാർക്ക് മാത്രമേ ശ്രീവിദ്യ പാടൂ. അപ്പം ഗൃഹസ്ഥന്മാർ ദാമ്പത്യലീലയിലൂടെ, പതി-പത്നി ബന്ധത്തിലൂടെ, മൈഥുനധർമ്മത്തിലൂടെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, സൗന്ദര്യം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ശാന്തരസം? അപ്പം ഇതും ഗൃഹസ്ഥർക്ക് മാത്രമല്ല. അപ്പം അവർ ശ്രീവിദ്യ അതിൻ്റെ സന്യാസിമാർക്ക് അതിൻ്റെ പദ്ധതി വേറെയാണ്. ആ പദ്ധതി എന്താണെന്ന് അറിയാത്തവരാണ് അവരെ എന്താണ് ഇപ്പം സന്യാസിക്ക് പാടുവോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ഇല്ലാത്തവർക്ക് ഉപാസന പാടുവോ എന്നൊക്കെയുള്ള രീതിയിൽ സംശയം കൊണ്ടുവരുന്നത് സൗന്ദര്യം, ഈ പറയുന്ന സുന്ദരി ശബ്ദത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ ശാന്തരസം വെറും ആ നിർഗുണമായിരിക്കുന്ന അല്ലെങ്കിൽ ഉപദേശപ്രകാരമുള്ള ഒരു ധ്യാനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആ യാതൊരു വിഷയവുമില്ലാതെ, യാതൊരു വിഷയത്തിൻ്റെ
അപേക്ഷയുമില്ലാതെ നിർവിഷയമായിട്ട്, അതല്ലേ ധ്യാനം നിർവിഷയം മന. പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് ധ്യാനത്തെക്കുറിച്ചിട്ടുള്ള അനേക നിർവചനങ്ങളിൽ ഒന്ന്, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും എല്ലാ വിഷയങ്ങളിൽ നിന്നും മോചിക്കപ്പെടുമ്പോൾ അപ്പൊ പിന്നെ അവിടെ ഉള്ളത് എന്താണ്? ആനന്ദം മാത്രമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ സൗന്ദര്യ ശബ്ദത്തിലെ ആനന്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും അനുഭവിക്കാം. സന്യാസിയുടേത് പക്ഷെ അടിവരയിട്ട് പറയാം, അത് നിത്യാനന്ദമാണ്. എന്തുകൊണ്ട്? അതാണല്ലോ നിത്യസുഖം, നിമിഷസുഖം. ഈ ആനന്ദത്തെ, സുഖത്തെ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് പറയുന്നത്. നിമിഷസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ്, ഇപ്പം നമ്മുടെ പുരസ്കാരം, അതിൻ്റെ സമർപ്പണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ പൂജയിൽ, ആ പൂജാ സമയത്തെങ്കിൽ നമ്മൾ ആരതി കാണിച്ചു. അപ്പോൾ നയനാനന്ദം എന്ന് പറഞ്ഞ കണ്ണിനെ, അപ്പോൾ അതിൽ അവിടെ സൂക്തങ്ങൾ ഇതിൻ്റെ സമർപ്പണം ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ചെവിക്കുള്ള ആനന്ദം, പിന്നെ അവിടെ സാമ്പ്രാണി ഈ പറഞ്ഞ രീതിയിൽ ചന്ദനത്തിരി അങ്ങനെയുള്ള, അപ്പോൾ മുക്കിൻ അവിടെ ഈ ഇതിന് ഘ്രാണം, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ശ്വസിക്കുമുണ്ടാകുന്ന സുഖം അല്ലേ. അപ്പോൾ അവിടുന്ന് പിന്നെ നമുക്ക് പ്രസാദം കിട്ടി, പായസം കിട്ടി നിവേദ്യമായിട്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ രസനയ്ക്കുള്ള സുഖം. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുമുള്ള നൈമിഷിക സുഖങ്ങൾ അവിടെ നിന്ന് കിട്ടി, നമ്മുടെ ഈ പുരസ്കാര വേദിയിൽ നിന്ന് അല്ലേ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് ത്രിപുരസുന്ദരിയെ ഇഷ്ടമാകണമെങ്കിലാണ് ത്രിപുരസുന്ദരിയുടെ ശ്രീചക്രമായാലും മേരുവായാലും ദേവിയുടെ ചിത്രം കാണുമ്പോഴും നമ്മുടെ മനസ്സ് ലയനത്തിലേക്ക് പോയിട്ട് ആ ധ്യാനാവസ്ഥയെ കിട്ടുള്ളൂ. നേരെ മറിച്ച് ത്രിപുരസുന്ദരിയെ തന്നെ സംശുദ്ധ ദൃഷ്ടിയോട് കൂടി നോക്കുകയാണെങ്കിലോ അവിടെ എന്തെങ്കിലും സന്തോഷമോ സമാധാനമോ ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന മനസ്സ് നിർഗുണ നിരാകാര തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന അവധൂതാവസ്ഥ അല്ലെങ്കിൽ സന്യാസാവസ്ഥ, ഈ അവസ്ഥയിലേക്ക് പോകുന്നവർക്കും ത്രിപുരസുന്ദരിയിലെ സൗന്ദര്യം, ആനന്ദം അനുഭവിക്കാം. അല്ല ഇനി ധർമ്മശാസ്ത്രം വിധിച്ചിരിക്കുന്ന, നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ദാമ്പത്യലീലയിലൂടെ ഗൃഹസ്ഥാശ്രമ ജീവിതം, കുടുംബജീവിതം, അപ്പം അതിനെ സ്പർശം, ശൃംഗാരം എന്ന് പറയുമ്പോൾ അവിടെ സ്പർശം, അവിടെ എന്താന്ന് വെച്ചാൽ ഈ സ്പർശം നമുക്ക് ഈ ആലിംഗനം അല്ലെങ്കിൽ ചുംബനം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദനം ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ അതിൻ്റെ നമ്മുടെ 10 ഇന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് സെക്സോളജിസ്റ്റുകളൊക്കെ കേട്ടുകാണല്ലോ, സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടില്ലേ? സെക്സോളജിസ്റ്റുകളെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഭക്ഷണമാണത്രേ മൈഥുനം. അവരെ സംബന്ധിച്ച് അതെന്താണ്? രതിക്രീഡയാണ്. അത് പതിയും പത്നിയും ആകുമ്പോഴാണല്ലോ സ്വാതന്ത്ര്യത്തോടു കൂടി നിർഭയമായിട്ട് അത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കുടുംബജീവിതത്തിലുള്ളവർക്കും ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഏതൊരാൾക്കും ത്രിപുരസുന്ദരിയിലെ സുന്ദരീ ശബ്ദത്തിൽ പറയുന്ന സൗന്ദര്യം ആസ്വദിക്കാം. അതിൻ്റെ ശിക്ഷണം ലഭിക്കണം. അതിന് ഇതൊക്കെ ഒന്നും എൻ്റേതായിരിക്കുന്ന വാക്കുകളോ പ്രയോഗങ്ങളല്ല. നമ്മുടെ പൂർവികന്മാർ പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും മലയാളത്തിലും പിന്നെ തമിഴിലും ഒക്കെ അവർ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കത് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ത്രിപുരസുന്ദരി എന്ന് പറയുന്ന സുന്ദരി ശബ്ദത്തിലെ സൗന്ദര്യം ആർക്കും അനുഭവിക്കാം. അനുഭവിക്കണമെങ്കിൽ ആയതിനു വേണ്ടിയുള്ളൊരു പ്രയത്നം ഗുരുമുഖത്തിൽ നിന്നും ബോധിച്ച് അതിനുള്ള സാധനകളും അനുഷ്ഠാനങ്ങളും ദിനചര്യകൾ അങ്ങനെയുള്ളൊരു ജീവിതക്രമമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്യാസിമാർക്ക് മാത്രമല്ല നിത്യാനന്ദം എല്ലാവർക്കും. ഇപ്പം ശ്രീവിദ്യ ഗൃഹസ്ഥന് മാത്രം എന്ന് പറഞ്ഞ പോലെ അല്ല എന്ന് മനസ്സിലായല്ലോ. എന്ന പോലെ സുന്ദരി ശബ്ദത്തിലെ സൗന്ദര്യവും സന്യാസിക്ക്, ആനന്ദവും സന്യാസിക്ക് മാത്രമല്ല എല്ലാവർക്കും അനുഭവിക്കാം. അതിനെ ആ രീതിയിലുള്ളൊരു പഠനം, അതുപോലെയുള്ള ആ രീതിയിലുള്ളൊരു ജീവിതചര്യ നമുക്കുണ്ടായാൽ മതി. തൽക്കാലം അതാണ് സൗന്ദര്യ ശബ്ദം. അതെല്ലാവർക്കും അനുഭവിക്കാം. ഈ ലോകം തന്നെ അതാണ്. അതല്ലേ ഇപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് ശാന്തമായിട്ട് പുഷ്പത്തെ നോക്കിയാൽ അല്ലേ, എന്നപോലെ ദേവി വിഗ്രഹത്തെ നോക്കിയാൽ, ഇനി അതൊന്നുമില്ലാതെ നിർഗുണം നിരാകാരം എന്നുള്ള രീതിയിൽ അതീന്ദ്രിയ ധ്യാനം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം അനുഭവിക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് നിർഗുണ നിരാകാര നിർവിഷയത്തിലേക്ക് പോകുമ്പോൾ അത് വിഷയനിരപേക്ഷമായി. ആ മനസ്സ് വിഷയത്തിന് അനുസരിച്ചാകുമ്പോൾ അത് നിമിഷസുഖമായി. നിമിഷം എന്ന് വെച്ചാൽ അനുഭവിക്കുമ്പോൾ മാത്രം. നമുക്ക് ഇഷ്ടപ്പിടിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ താൽക്കാലിക അത് ദഹിച്ചു കഴിഞ്ഞാൽ അത് പോയി എന്ന പോലെ
അതുകൊണ്ടാണ് നിത്യസുഖം നിമിഷസുഖം. അപ്പൊ നിത്യസുഖമാണ് സന്യാസ അവസ്ഥയിൽ ലഭിക്കുക. അതിനുള്ള ദിനചര്യകളും അനുഷ്ഠാനക്രമങ്ങളുമാണ് ത്രിപുര സുന്ദരിയിലെ സുന്ദരി ശബ്ദത്തിൽ ഉപാസനയിൽ അവരവിടെ അന്തർയോഗ പദ്ധതി അനുസരിച്ചിട്ട് പോകും. അവർ ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരാണെങ്കിൽ ബഹിർയാഗ പദ്ധതി അനുസരിച്ച് അവരുടെ ആ കൂട്ടായ്മയിൽ ബഹിർയാഗം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ അന്തർയാഗമായിട്ട് മാനസികമായിട്ട് മനസ്സുകൊണ്ട് എല്ലാം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ നിഷ്ഠയിൽ അതിനെ മനസ്സിനും അതീന്ദ്രിയമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത് പോലെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഇല്ലെങ്കിൽ പരസ്പരം സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ ഒരു ഉപാസനാ സമ്പ്രദായത്തിൽ എന്താണ് അവർ ബഹിർയാഗം എന്നുള്ള രീതിയിൽ അതിനാവശ്യമായിരിക്കുന്ന അതാണല്ലോ അവിടെ കണ്ടു കാണുമല്ലോ, പുഷ്പം കണ്ടു അല്ലേ, എല്ലാ ദ്രവ്യങ്ങളും അവിടെ നമ്മൾ അതൊക്കെ ചേർത്തിട്ടാണല്ലോ പൂജ മുകളിൽ ചെയ്ത് അതിനുശേഷമാണല്ലോ നമ്മുടെ ഉപഹാര സമർപ്പണമൊക്കെ ഉണ്ടായത്. അപ്പം അതാണ്. അപ്പം ബഹിർയാഗ, അപ്പം ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിക്കും ഇനിയിപ്പോൾ ഈ നാലും അല്ലാത്ത രീതിയിൽ സാധാരണ ജീവിതം നയിക്കുന്നവർക്കും, പിന്നെ ചട്ടമ്പി സ്വാമിജികളൊക്കെ അവധൂതാവസ്ഥയിൽ ഇപ്പം നമ്മുടെ വന്നിരിക്കുന്ന ഗുരുജിയും അവധൂതിജി എന്നാണ്. അപ്പം പലർക്കും അതിലും സംശയം വരാം, ഇദ്ദേഹത്തിന് അവധൂതിജി ഏത് ദീക്ഷയിൽ നിന്ന് കിട്ടി, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി? കാരണം അത് പ്രത്യേകിച്ച് ഈ സന്യാസിമാർ പ്രത്യേകിച്ച് എന്താണ് ശാസ്ത്രം, നമ്മുടെ ഈ പ്രസ്ഥാനത്രയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അവയിൽ ഗീതാഭാഷ്യത്തിലൊക്കെ ശങ്കരാചാര്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സന്യാസനിഷ്ഠ കൊണ്ടുള്ള ഒരു ആചാര്യന് മാത്രമേ ത്രിപുര സുന്ദരിയിലെ സുന്ദരി ശബ്ദത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാര് സന്യാസി അല്ലാത്ത ഒരാള് അവധൂതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലോ മനസ്സിലായോ? അപ്പൊ ഇതെന്ന സത്യത്തില് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ അത് നിത്യമായിട്ട് അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ ദിനചര്യ, നൈമിഷികമായിട്ട് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ദിനചര്യ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ത്രിപുര സുന്ദരിയിലെ സുന്ദരി ശബ്ദത്തിൽ പറയുന്ന സൗന്ദര്യം, അവിടെ സത്യം ശിവം സുന്ദരം, സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത് പോലെ അവിടെ സുന്ദരി ശബ്ദത്തിന് സച്ചിദാനന്ദം ബ്രഹ്മ, അവിടെ ആനന്ദ ശബ്ദത്തിന്റെ അർത്ഥമാണ് സുന്ദരി ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത്. നാമരൂപം എന്ന് പറഞ്ഞ പ്രകൃതി, കാണുന്നതും അറിയുന്നതും കേൾക്കുന്നതുമെല്ലാം. അപ്പൊ സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം എന്ന് വെച്ചാൽ അസ്ഥി ഭാതി പ്രിയം. അപ്പൊ അതിലെ മൂന്നാമത്തെ ശബ്ദം കൊണ്ട് പദം കൊണ്ട് പറയുന്ന പ്രിയം, ആ പ്രിയത്തെയാണ് സുന്ദരി ശബ്ദത്തിലെ സൗന്ദര്യം, അത് ആനന്ദം എന്നാണ് ആ പദം. അത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ. വ്യക്തമായി കാണും. സ്വാമിജി, നമ്മൾ കേരളത്തിൽ പൊതുവെ നവരാത്രി ആഘോഷിക്കാറുണ്ട്, പക്ഷെ അത് വർഷത്തിൽ ഒരിക്കലാണ് ആഘോഷിച്ചത്. അല്ല, അങ്ങയുടെ പദ്ധതി പ്രകാരം അങ്ങയുടെ ഇവിടെ ത്രിപുരാശ്രമത്തിൽ അങ്ങ് 4 നവരാത്രികൾ ആചരിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? നവരാത്രികൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ശാരദാ നവരാത്രിയാണ്. ഇപ്പം കഴിഞ്ഞത് ശാരദാ നവരാത്രിയാണല്ലോ, ശരത് ഋതുവിലെ നവരാത്രി. അപ്പം അതിനെ എഴുത്തിനിരുത്തലും നവരാത്രിക്ക് ശേഷം, നവമിക്ക് ശേഷം വിജയദശമിയിലാണല്ലോ അല്ലേ. അപ്പം ആ ഒരു നവരാത്രി കാലമാണ്, പ്രത്യേകിച്ച് ശാരദാ നവരാത്രി കാലമാണ് നമ്മുടെ കേരളീയർ മലയാളികൾ പൊതുവെ ആചരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ത്രിപുരാശ്രമത്തിൽ വർഷത്തിൽ 4 നവരാത്രി? വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു അന്വേഷണം തന്നെയാണ് നമ്മുടെ ആശ്രമത്തിൻ്റെ നാമവും. അപ്പോൾ അവിടെ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സാധനാ സമ്പ്രദായത്തിൻ്റെ പദ്ധതിയൊക്കെ ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ എല്ലാവർക്കും വ്യക്തമാകുവാൻ അത് ഉപകരിക്കും. ഇവിടെ ഇതിലെ പരശുരാമ കൽപ്പസൂത്രമനുസരിച്ച് ഇപ്പം ശ്രീവിദ്യയെ സാധാരണ പദ്ധതിയെന്നും അസാധാരണ പദ്ധതിയെന്നും വിഭജിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റ്, ഒരു പുസ്തകത്തിൻ്റെ, ഒരു പ്രമാണ പുസ്തകത്തിൻ്റെ നാമം പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രമാണ പുസ്തകങ്ങൾ വേറെയുമുണ്ട്. അപ്പം ഇതനുസരിച്ച് അസാധാരണ പദ്ധതി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമുക്ക് ഉപാസിക്കേണ്ടി വരുന്നത് അവിടെ ഗണപതി ഭഗവാനെ, ബാലാദേവിയെ, മാതംഗി ദേവിയെ, വാരാഹി ദേവിയെ, ത്രിപുരസുന്ദരി ദേവിയെ
പഞ്ചദശി അതിനുശേഷം ഉണ്ട് ഗുപ്തവിദ്യയൊക്കെ ആയിട്ട്. അപ്പം ഇതിൽ ഈ 4 നവരാത്രി എന്ന് പറയുമ്പോൾ അതിൽ ഒരു നവരാത്രിയും വസന്ത നവരാത്രിയാണ്. വസന്ത ഋതുവിൽ ആചരിക്കുന്ന, അത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ദേശത്തിൽ അതിന് ശ്രീരാമനവമി എന്നുള്ള രീതിയിലാണ് ഭഗവാൻ രാമചന്ദ്രൻ. അപ്പോൾ ഒരു വൈഷ്ണവം എന്നുള്ള രീതിയിലുള്ള സമ്പ്രദായങ്ങളും കാര്യങ്ങളായിട്ടാണ് അത് അങ്ങനെ പോകുന്നത്. അപ്പം അവിടെ എങ്ങനെ എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ ആശ്രമത്തിൽ അത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മാതംഗി നവരാത്രിയാണ്. അപ്പോൾ ഈ മാതംഗി നവരാത്രിക്ക് ശേഷമാണ് വരുന്ന പൗർണമിയിലാണ് എന്ത് സംഭവിക്കുക എന്ന പോലെ തന്നെ ഗുപ്ത നവരാത്രിയാണ് വാരാഹി നവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ വാരാഹി നവരാത്രി കഴിഞ്ഞു വരുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഈ പൗർണമി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ചിലതും അവ്യക്തമായിട്ടേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ചും പറഞ്ഞല്ലോ. എന്തുകൊണ്ട് 15 ദിവസം? ഇപ്പം നവരാത്രി നമ്മൾ ആരംഭിച്ചു, നവരാത്രി 9 ദിവസമേ ഉള്ളൂ. അപ്പം എന്നും പുത്തനായിട്ടിരിക്കുക എന്നുള്ള, എന്നും നവം അല്ലേ? ഇപ്പം നമുക്ക് എന്നും, കാരണം ഈ പുത്തനായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷത്തോടു കൂടി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ 4 നവരാത്രി തൽക്കാലം എന്താണ്, ഒന്ന് ശരത് ഋതുവിൽ. അപ്പം നമ്മൾ അപ്പം അവിടെ ആരെയെല്ലാം എങ്ങനെയെല്ലാം ഉപാസിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ആ ശ്രീവിദ്യാ പദ്ധതിയിലാകുമ്പോൾ തിഥി ദേവതകളെയാണ് നിത്യാദേവതകൾ എന്ന് പറയും. അപ്പം നമുക്ക് ശരിക്കും 15 തിഥികളാണല്ലോ വരുന്നത്. അപ്പോൾ ഓരോ തിഥികളിലും ഓരോ നിത്യകളെ കഴിഞ്ഞതിന് ശേഷമാണ് മഹാനിത്യ എന്നുള്ള രീതിയിൽ പഞ്ചദശിക്ക് ശേഷം വരുന്ന പദ്ധതികൾ വരുന്നത്. അപ്പം ചോദ്യം വേറെയാണ്, ഉത്തരം ഇതെന്താ പറയുന്നത്? ഈ 4 നവരാത്രി എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിലെ അസാധാരണ പദ്ധതി. ഇപ്പം നമ്മൾ സാധാരണ പദ്ധതിയിൽ ചതുരായുധന ദേവതകൾ എന്ന് വെച്ചാൽ ദ്വാരപാലകന്മാരെന്ന് പറയില്ലോ. അപ്പം നമ്മളൊരു കോവിലായാലും ഒരു അമ്പലമായാലും അവിടെ 4 ദേവത. അപ്പം അവിടെ പ്രധാനമായിട്ട് ചതുരായുധന ദേവതകളായിട്ട് വരുന്നത് എന്താണ്? ഗണപതി, സൂര്യൻ, വിഷ്ണു, ശിവനാണ് ദേവിയുടെ 4 പുറമായിട്ട് നിൽക്കുക. നടുവിൽ ത്രിപുരസുന്ദരി സാധാരണ പദ്ധതിയിൽ. അപ്പം എന്ന് പറഞ്ഞാൽ ഗാണപത്യം, സൗരം എന്ന് വെച്ചാൽ സൂര്യോപാസന, പിന്നെ വൈഷ്ണവോപാസന, പിന്നെ ശൈവം. ഈ 4 ഉപാസനയ്ക്ക് ശേഷമാണ് നടുവിലിരിക്കുന്ന ത്രിപുരസുന്ദരിയെ ഉപാസിക്കുന്നതെന്നാണ് സാധാരണ പദ്ധതി. എന്നാൽ അസാധാരണ പദ്ധതിയിലെ ചതുരായുധന ദേവതകൾ ആരാണ്? അവിടുത്തെ ചതുരായുധന ദേവതകൾ ഈ പറയുന്ന രീതിയിൽ മഹാഗണപതിയും മാതംഗിയും വാരാഹിയും ബാലാദേവിയുമാണ്. അപ്പം ഈ മാതംഗി ദേവിക്കും വാരാഹി ദേവിക്കും നവരാത്രി വിധാനത്തോടുകൂടി അതിൻ്റെ ഉപാസന വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പം അവിടെ അതെങ്ങനെയാണ്, അതൊന്നും കൂടി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. ഇപ്പം ഞാൻ ഇപ്പം ആരും അറിയാതെ എനിക്ക് വളരെ രഹസ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഉപദേശമാണെങ്കിൽ നമ്മളൊരു സത്സംഗത്തിലോ വേദിയിലോ യൂട്യൂബിലോ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഇപ്പം ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഷയിലും എൻ്റെ ശൈലിയിലും, ഇപ്പം ഇവിടെ ത്രിപുരാശക്തി പൂജ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതെന്താ വെച്ചാൽ ഗുരുഭൂതരുടെയും എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ആ പദ്ധതിക്ക് ദേവിക്ക് നമ്മൾ അങ്ങനെ ഒരു സംജ്ഞ കൊടുത്തിരിക്കുകയാണ്. അപ്പം 4 നവരാത്രി ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഒരു രഹസ്യ വിധാനത്തിൽ പെടുന്നതാണ്. അപ്പം അതിൽ 4 നവരാത്രികളിലും ഒന്നിൽ വാരാഹി ദേവിയുടെ പ്രധാനമായിരിക്കുന്ന 9 അല്ലെങ്കിൽ 15 രൂപങ്ങളെ നമ്മൾ ഉപാസിക്കുക അല്ലെങ്കിൽ ഭജിക്കും. എന്നതുപോലെ തന്നെ ഒരു നവരാത്രി കാലത്ത് മാതംഗി ദേവിയുടെ 9 അല്ലെങ്കിൽ 15 നാമരൂപങ്ങൾ നമ്മൾ ഉപാസിക്കും. അതുപോലെ തന്നെ ശാരദാ നവരാത്രിയിലും, അതുപോലെ ശാരദാ നവരാത്രിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ദേവി ഭാഗവതത്തിലെ സംജ്ഞയനുസരിച്ചാണ് പറയുന്നത്. കുമാരി, കല്യാണി, സ്കന്ദമാത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു രൂപത്തിലാണ് അവിടെ അത് പറയുന്നത്. അപ്പോൾ ഓരോ കൽപ്പശാസ്ത്രം അനുസരിച്ചും ദേവീ ദേവതകൾക്ക് അതിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ അത് ഗുരുപദേശം അതിൻ്റെ ദീക്ഷയനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ 4 നവരാത്രികളിലും അത് എങ്ങനെ ആചരിക്കണം അതാണ്. അപ്പം അതിൽ ആ 4 നവരാത്രി ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ അന്തർഭവിച്ചൊരു
വിഷയമാണ്. അപ്പോൾ അത് നമ്മുടെ ആശ്രമം ദേവിയുടെ നാമത്തിലായതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തെ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി ഒന്ന് പരസ്യപ്പെടുത്തിയതാണ്. സ്വാമിജി, ശ്രീവിദ്യോപാസനയിൽ പൊതുവെ നമ്മൾ ശ്രീചക്ര അല്ലെങ്കിൽ മേരു ഇത് കണ്ടുവരാറുണ്ട്. ആ ശ്രീവിദ്യോപാസനയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ തത്വം എന്താണ്, അതിനെക്കുറിച്ചൊന്ന്. ശ്രീവിദ്യോപാസനയും ശ്രീചക്രവും. ശ്രീചക്രം എന്നുപോലെ മഹാമേരു, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ചക്രമെന്നല്ല, എന്ന് വെച്ചാൽ ശ്രീചക്രമെന്നല്ല, ഏതൊരു ചക്രവും, സംസാരം എന്ന് പറഞ്ഞാൽ സംസരതി, അനുനിമിഷം പെട്ടെന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായി പ്രപഞ്ചത്തിൻ്റെ അത് വരുന്നത്. അപ്പം അതിൻ്റെ ചലനമായാലും അത് ആരംഭിച്ചതൊക്കെ എവിടെ നിന്നാണ്? ഒരു ബിന്ദുവിൽ നിന്നാണ്. ഒരു ബിന്ദുവിൽ നിന്നും. അപ്പം ആ ബിന്ദു എവിടെയാണ്? ആജ്ഞാചക്രത്തിലാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മണിപ്പൂരകത്തിലാണോ, അനാഹതത്തിലാണോ, സ്വാധിഷ്ഠാനത്തിലാണോ, ബിന്ദുവിലാണോ? എന്തായാലും അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഈ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബഹിർയാഗം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് അന്തർയാഗമുണ്ട്, ബഹിർയാഗം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബഹിർയാഗം എന്നുള്ള രീതിയിൽ ശ്രീവിദ്യോപാസന ചെയ്യുമ്പോൾ നമ്മൾ ഈ യന്ത്രത്തിലാണ് പൂജിക്കുക, നവാവരണ പൂജ എന്നുള്ള രീതിയിൽ. തിഥിദേവതകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ആവരണത്തിലും എന്തൊക്കെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി അവിടെ ഇപ്പോൾ അതിൻ്റെ എന്താ ഈ 10 മുദ്രകളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന പോലെ സർവവിദ്യാവിണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൽ മുദ്രകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ശ്രീചക്രത്തിലെ ദേവതകളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒന്നുകൂടിയും ഇപ്പം പറഞ്ഞതെല്ലാം നമ്മൾ ഗുപ്തമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന ഗുരു ശിഷ്യ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിലും ഈ ശ്രീചക്രത്തെ യന്ത്രരാജൻ, ചക്രരാജൻ എന്നാണ് പറയുന്നത്. എന്നാൽ വൈഷ്ണവന്മാർ അവരെ സംബന്ധിച്ച് സുദർശന ചക്രാണ് എന്ന് പറയും. അപ്പം എന്തായാലും ഏതൊരു ചക്രമായാലും ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നു. ബിന്ദുവിൽ നിന്നും മഹാബിന്ദുവിലേക്കുള്ള യാത്രയുടെ പ്രതീകം കാണിക്കുന്നതാണ് ശ്രീചക്രം. ഇപ്പം സാധാരണ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ വിദ്യകളും നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ആജ്ഞാചക്രം വരെയാണ് അതിൽ വിദ്യകൾ വരുന്നുള്ളൂ. എന്നാൽ ഈ ശ്രീചക്രത്തിൻ്റെ ശ്രീവിദ്യയുടെ ഉപാസന എന്ന് പറയുന്നത് ആജ്ഞയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന ബിന്ദുവിൽ നിന്നും മഹാബിന്ദു. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ താഴത്തുനിന്ന് പറഞ്ഞതുപോലെയുള്ള 6 ആധാരങ്ങൾ എന്താണ് ഈ ബിന്ദുവിൽ നിന്നും മഹാബിന്ദുവിലേക്കുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നും കൂടി ഗുപ്തമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ആ മഹാബിന്ദുവിൻ്റെ മനനത്തിലേക്ക്, പ്രത്യേകിച്ചും ആ പരാവിദ്യ എന്ന് പറയുന്ന, ഗുപ്തവിദ്യ എന്ന് പറയുന്ന ആ ശ്രീവിദ്യ ഉപാസന, ഈ ബഹിർയാഗങ്ങൾ എന്ന് വെച്ചാൽ ബാഹ്യപൂജകൾ, യന്ത്രത്തിൽ നവാവരണ പൂജകൾ ഇത്ര കാലം ചെയ്തതിന് ശേഷം വേണം അന്തർയോഗത്തിലേക്ക് പോകാൻ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് അതിൻ്റെ കൃത്യതകളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്ന ഏതൊരു വിദ്യകളുടെയും ആ വിദ്യാദേവതകൾ ഈ ശ്രീചക്രത്തിൽ 12 രാശികളും എന്ന പോലെയുള്ള എല്ലാ ദേവീദേവതകളും ഇവിടെ നിഗൂഢമായിട്ട് സന്നിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ശ്രീചക്രം നമ്മൾ അന്തർയോഗ സാധനയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ശരീരം തന്നെ ശ്രീചക്രമായിട്ട് മാറും. അപ്പം പിന്നെന്ന് വെച്ചാൽ ബാഹ്യപൂജ, അപ്പം എന്താ വെച്ചാൽ നമുക്ക് യന്ത്രങ്ങളുടെയോ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ശ്രീചക്രത്തെ അല്ലെങ്കിൽ മഹാമേരുവെ ദേവിയുടെ ഒരു പ്രതിഷ്ഠ നൽകി അവിടെ ഇരുന്നു കൊണ്ട് സകല ദർശനങ്ങളെക്കുറിച്ചും ഗവേഷണ ബുദ്ധിയോടുകൂടി പാഠനങ്ങൾ നടത്തുന്ന ഒരു ഗുരുകുലം, ഒരു ശ്രീചക്രോപാസനയുടെ ഒരു ഗുരുകുലം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആശ്രമ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പം അതിനുവേണ്ടി ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മുടെ ആശ്രമത്തിലെ അന്തേവാസികളെ
ഇപ്പോൾ അവധൂത് ഗുരുജിയുടെ കൂടെ വന്നിരിക്കുന്ന ശിഷ്യസമ്പത്തുകളെ പോലെ കുറച്ച് പേര് ചേർന്ന് ആശ്രമ പുനരുദ്ധാരണവും അതുപോലെ തന്നെ എന്താണ് ക്ഷേത്ര നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസുകളും റെസീറ്റുകളൊക്കെ ആയിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീചക്രത്തിൻ്റെ മഹിമയെ വെളിപ്പെടുത്താൻ എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് അറിയുന്നവർക്ക്. അപ്പോൾ അത് പക്ഷേ ഇന്നിപ്പോൾ അറിയാവുന്നവരൊക്കെ എന്താ പറയുന്നത്, ഈ ശ്രീചക്രം ശ്രീവിദ്യ ഉപാസകരല്ലാതെ വേറെ ആരും കാണരുതെന്നാ. എന്നാൽ നമ്മൾ മൂകാംബികയിൽ പോയിക്കൊള്ളട്ടെ, ഈ പറയുന്ന കൊടുങ്ങല്ലൂർ പോയിക്കൊള്ളട്ടെ, ഈ പറയുന്ന ചോറ്റാനിക്കര പോയിക്കൊള്ളട്ടെ, നമുക്ക് 1 രൂപ കൊടുത്താൽ പോലും ഈ പറയുന്ന ശ്രീചക്രം കിട്ടും അല്ലേ. അപ്പം നമ്മളിതിൻ്റെ അധികാരികളായിരിക്കുന്ന അധികാരി പുരുഷന്മാർ ഗുരുമുഖത്തിൽ നിന്ന് വിദ്യയും അറിവും നേടി ആ മാർഗത്തിലൂടെ ജീവിക്കുന്നവർ ശ്രീചക്രത്തെക്കുറിച്ചും ശ്രീവിദ്യയെക്കുറിച്ചും പറയുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നം. നാരായണ നാരായണ പോട്ടെ, അല്ല ഞാൻ പറഞ്ഞു വരുന്ന ശ്രീവിദ്യയും ശ്രീചക്രവും. അപ്പം അങ്ങനെയുള്ള ആ ശ്രീചക്രത്തെ യാതൊരു വിലക്കുകളും കൂടാതെ ജാതി മത രാഷ്ട്രീയ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദർശിക്കാൻ പറ്റുന്ന ഒരു ആലയം. ഇതാണ് നമ്മുടെ ആശ്രമ സങ്കല്പം. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീചക്രം, ഈ ശ്രീചക്രത്തിൽ എല്ലാ ചക്രങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് അത്രയാണ് അത്. അപ്പം അത് നമ്മുടെ ശരീരം തന്നെ അത് എന്നുള്ളതാണ്. അതാണുള്ളത് ഗുപ്തവിദ്യ എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് ഇവിടെ ഗുഹ്യമുദ്രയാ പ്രണാമഹ എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇവിടെ യോനി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ചക്രം എന്നുള്ള അർത്ഥവുമുണ്ട്. അല്ലാതെ മലയാളത്തിലെ ആളുകൾ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ വരും ഒരു അർത്ഥമല്ല. പിന്നെ ഏതൊന്നിൻ്റെയും ഉത്ഭവസ്ഥാനം, മനസ്സിലായോ? അപ്പം ആ ശ്രീചക്രം, അങ്ങനെയുള്ള ശ്രീചക്രം എല്ലാ ചക്രങ്ങളുടെയും രാജാവായതുകൊണ്ട് ശ്രീവിദ്യോപാസനയിൽ അതീവ പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട് എന്ന് മാത്രം നമ്മളേവരും അറിയാം. സ്വാമിജി, ശ്രീവിദ്യ ഉപാസനയിൽ തന്ത്രം നിർബന്ധമാണോ? ശ്രീവിദ്യ ഉപാസനയിലെ തന്ത്രം നിർബന്ധമാണോ? അതെ, സ്വതന്ത്രം എന്നുള്ള തന്ത്രത്തിലാണല്ലോ ശ്രീവിദ്യ അന്തർഭവിച്ചിരിക്കുന്നത്. സ്വതന്ത്രം, അപ്പോൾ തന്ത്രം, അപ്പോൾ തന്ത്രശാസ്ത്രം, അപ്പോൾ വൈദികം, താന്ത്രികം, മാന്ത്രികം, മിശ്രം, അപ്പം അതിൽ തന്ത്രശാസ്ത്രം. അപ്പം ശ്രീവിദ്യയും തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ശ്രീവിദ്യയും തന്ത്രശാസ്ത്രവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. ഇത് സ്വതന്ത്രം എന്നാണ് പറയുന്നത്. കനി വാമകേശ്വര തന്ത്രത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. പ്രധാനമായിട്ട് 64 അങ്ങനെയുള്ള തന്ത്രങ്ങൾ പറഞ്ഞു. ആ തന്ത്രങ്ങളൊക്കെ പ്രധാനമായിട്ട് തന്ത്രശാസ്ത്രമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭോഗത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ കാര്യസാധ്യങ്ങൾക്കും അതുപോലെയുള്ള നേട്ടങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും മോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് രണ്ടിനും കൂടി വേണ്ടി. അപ്പോൾ അതാണല്ലോ അപ്പോൾ സന്യാസം, ശ്രീവിദ്യ. അപ്പോൾ നമ്മൾ ആരംഭിച്ച ചോദ്യം തന്നെ, ബാല്യത്തിന് ശേഷം ആരംഭിച്ച ചോദ്യം തന്നെ ശ്രീവിദ്യ സന്യാസിക്ക് പാടുണ്ടോ, ഗൃഹസ്ഥർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരേ ജന്മം കൊണ്ട് തന്നെ, കാരണം നമുക്ക് അനേക ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ അറിവിലുള്ള വിഷയമല്ല. അത് ഒരിക്കലും ഒരു സ്വാമി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ പാടില്ല. കാരണം നമ്മൾ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കതിനെ നിന്ദിക്കാനോ നിഷേധിക്കാനോ പറ്റില്ല. കാരണം മനുഷ്യർക്ക് അറിയാൻ കഴിയാത്തതിനെ ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞ പ്രമാണ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് മനുഷ്യ മനസ്സുകളെ കൊണ്ട് അറിയാൻ കഴിയാത്ത വിദ്യകളെ, അറിവുകളെ ബോധിപ്പിച്ചിരിക്കുന്നതാണ്. അതാണ് അവിടെ അത് പറയുന്നത്. അപ്പം അവിടെയുള്ള ഈ തന്ത്രം തന്നെയാണ്. പക്ഷേ ഓരോ തന്ത്രങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പറയപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ സ്വതന്ത്രമാകുന്ന തന്ത്രത്തിൽ, സ്വതന്ത്രമാകുന്ന തന്ത്രശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ശ്രീവിദ്യാ തന്ത്രത്തിൻ്റെ, ശ്രീവിദ്യ ഉപാസന കൊണ്ട് നമുക്ക് ഒരു ജന്മം കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് മോഹക്ഷയം അല്ലെങ്കിൽ ആത്മസംതൃപ്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന പൂർണ്ണജ്ഞാനത്തിനെ
സഹായിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇത് സ്വതന്ത്രമാണ്. മറ്റതിനെയൊക്കെ മറ്റുള്ളതൊക്കെ തന്ത്രശാസ്ത്രത്തിൽ അന്തർഭവിച്ചതാണ്. ഇതും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരിക. പക്ഷെ പൂർണ്ണമായിട്ടും പറയുമ്പോൾ ഇത് സ്വതന്ത്രം എന്നുള്ളതാണ്. മറ്റുള്ളവയൊക്കെ ഓരോ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താ, സ്ഥിതികർത്താവാണ്, സ്ഥിതി ചെയ്യാൻ, സ്ഥിതി എന്നുള്ള അനുഗ്രഹം മാത്രം. ബ്രഹ്മാവിനെ കുറിച്ച് സൃഷ്ടി, ഇങ്ങനെയാണല്ലോ പറയുന്നത്. മഹേഷിനെ കുറിച്ച് എന്താണ്, സംഹാരം, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ സൃഷ്ടി, സ്ഥിതി, തിരോധാനം, അനുഗ്രഹം, അപ്പോൾ ഈ പഞ്ചകൃത്യങ്ങളും 5 കൃത്യങ്ങളും 5 കാര്യങ്ങളും അതിനെ ഉപകരിക്കുന്ന ഒരു തന്ത്രശാസ്ത്രത്തിൽ, എന്ന് വെച്ചാൽ സ്വതന്ത്ര തന്ത്രശാസ്ത്രത്തിൽ, സ്വതന്ത്രമാകുന്ന തന്ത്രത്തിലെ വിദ്യയാണ് ശ്രീവിദ്യ. അപ്പം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ തന്ത്രശാസ്ത്രങ്ങളിലെ എല്ലാ ഉപാസനാ പദ്ധതികളും ക്രമാനുഗതമായിട്ട് ഉപാസിച്ച് പോയതിനു ശേഷം അവസാനത്തിലാണ് ശരിക്ക് സ്വതന്ത്രതന്ത്രത്തിലെ ശ്രീവിദ്യ. അപ്പം അതിൽ ഈ പറയുന്ന ഒത്തിരി പദ്ധതികളിൽ ഉള്ളതിൽ ഹയഗ്രീവ സമ്പ്രദായത്തിൽ എന്തെന്ന് വെച്ചാൽ ശ്രീവിദ്യ സപ്തദശാക്ഷരി എന്നുള്ളൊരു വിദ്യയിൽ അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്ന സഹസ്രനാമ സ്തോത്രമാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. അതുകൊണ്ടാണ് ശ്രീവിദ്യ എങ്ങനെ പ്രചരിക്കപ്പെട്ടു എന്നതുപോലെ ഈ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രവും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഭജിക്കാനും ഉപാസിക്കാനും കാരണമായിരിക്കുന്നത്. അത് രഹസ്യ ശാസ്ത്രം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ശ്രീവിദ്യ സ്വതന്ത്രതന്ത്രമാണ്. സ്വതന്ത്രം എന്ന് വെച്ചാൽ തന്നെ മാത്രമല്ല എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു തന്ത്രശാസ്ത്രമാണ്, പൂർണ്ണതന്ത്രമാണ്. മറ്റുള്ളതൊക്കെ ഭാഗികമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും. അതോടൊപ്പം മോക്ഷം. ഇപ്പം പലരും പറയുന്നത്, ഇപ്പം ഞങ്ങൾക്ക് മോക്ഷമൊന്നും വേണ്ട സ്വാമി, അല്ലേ, ഞങ്ങൾക്ക് ജീവിക്കാൻ പൈസ വേണം, ജോലി വേണം, ആരോഗ്യം വേണം. അതും ഇവിടെയുണ്ട്. കാരണം ആരോഗ്യമുള്ള ശരീരത്തിലാണല്ലോ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആ ആരോഗ്യമുള്ള മനസ്സുകൊണ്ടല്ലേ നമുക്ക് ഇപ്പം നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ സുഖമായിട്ടുള്ള നിദ്ര, അല്ലെങ്കിൽ ധ്യാനം, നല്ല രീതിയിലൊക്കെ ധ്യാനം ചെയ്യണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നീണ്ടു നിവർന്നിരുന്ന് ധ്യാനിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ആയതുകൊണ്ട് സ്വതന്ത്രം, ഈ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീവിദ്യയും തന്ത്രം തന്നെയാണ്, അത് സ്വതന്ത്രമാണ്, മറ്റുള്ളതൊക്കെ തന്ത്രമാണ്. സ്വാമിജി, ശ്രീവിദ്യോപാസന ദ്വൈതമാണോ അദ്വൈതമാണോ? ശ്രീവിദ്യോപാസന ദ്വൈതമാണോ അദ്വൈതമാണോ, അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതമാണോ, അല്ലെങ്കിൽ ദ്വൈതാദ്വൈതമാണോ? അല്ലെ, ഇതാണല്ലോ പ്രമാണം. അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം, ഇങ്ങനെയുള്ള 4 ആചാര്യ പരമ്പരകളെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ദ്വൈതമാണോ അദ്വൈതമാണോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരംഭത്തിൽ എന്താ അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നേ, ഇവിടെ കാണുന്ന എല്ലാം ശ്രീവിദ്യയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് മറുപടി തരണം? ശ്രീവിദ്യ എന്ന് പറയുന്നത് ദ്വൈതവും അദ്വൈതവുമാണ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിലും അദ്വൈതം എന്ന് പറയുമ്പോൾ അത് ഉപനിഷത്തിലൂടെ നമ്മൾ ആ തലത്തിലേക്ക് എത്തുകയാണ്. അവിടുത്തെ പ്രധാനമായിട്ടുള്ള അഹം ബ്രഹ്മാസ്മീൻ, തത്വമസീം, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ മുതലായിരിക്കുന്ന മഹാവാക്യങ്ങളുടെ മനനത്തിലൂടെ അദ്വൈത തലത്തെ സാക്ഷാത്കരിക്കാനുള്ളൊരു പദ്ധതിയാണ് അവിടെ. അത് വിചാരത്തിലൂടെയാണ്. വിചാരം കൊണ്ട്, കർമ്മങ്ങളോ ക്രിയകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തത്വബോധം കൊണ്ട് മാത്രം അദ്വൈതം ആ അവബോധ തലത്തിലേക്ക് എത്തുക. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനമാണ് ശ്രീവിദ്യ എന്ന് ഞങ്ങൾ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ അദ്വൈതത്തെ ഭോഗച്ഛ മോക്ഷച്ഛ എന്ന് പറയുമ്പോൾ സന്യാസിമാർക്കും ഗൃഹസ്ഥർക്കും എന്ന് പറയുമ്പോൾ ദ്വൈതം. അപ്പം ശിവശക്തിയായ യുക്തോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൗന്ദര്യലഹരിയിൽ തന്നെ അപ്പോൾ അവിടെ ദ്വൈതമല്ലേ പറയുന്നത്, അല്ലേ? ശിവനും ശക്തിയും, അപ്പോൾ അവിടെ 2 വന്നില്ലേ? പിന്നെ ഇപ്പം നമ്മൾ ഇടാ പിങ്കള, അല്ലേ? അപ്പം അവിടെ ദ്വൈതം വന്നു, അർത്ഥത്തിൽ എടുക്കാമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ശ്രീവിദ്യയെ നമുക്ക് എല്ലാമായിട്ട് കാണാം. അപ്പം അത് ദ്വൈതമാണോ അദ്വൈതമാണോ? അദ്വൈത സാക്ഷാത്കാരത്തിൽ പറയുന്ന ആ ഒരു ആത്മവിദ്യ, ആത്മജ്ഞാനം, അതിലേക്ക് എത്തുവാൻ ശ്രീവിദ്യ ഉപാസന ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അദ്വൈതത്തിൻ്റെ ഭാഗം തന്നെയാണ്.
അതുകൊണ്ടാണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ പോകുമ്പോൾ അഥാധോ ബ്രഹ്മജിജ്ഞാസ, അവിടെയാണല്ലോ അദ്വൈതത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ അഥാധോ ധർമ്മജിജ്ഞാസ, ജൈമിനിയുടെ. അഥാധോ ബ്രഹ്മജിജ്ഞാസ ബാദരായണൻ വ്യാസൻ്റെ. പിന്നെ എന്താണ് അഥാധോ ശക്തി ജിജ്ഞാസ എന്നുണ്ട്. അത് നമ്മുടെ സമൂഹം കൂടുതൽ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു വിഷയമാണ്. അഥാധോ ശക്തി ജിജ്ഞാസ എന്ന്. അതിനുശേഷം ഏതിനു ശേഷം ഇന്നലെ വരെ ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, എനിക്കൊരു പൂർണ്ണതയോ തൃപ്തിയോ മികവോ ഉണ്ടായിട്ടില്ല. അപ്പം ഇനിയും ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ശക്തിയെ അറിയുക എന്ന്. അതിനെയാണ് ശാക്തേയ സൂത്രങ്ങളായിട്ട് പറയുന്നത്. അത് ഹയഗ്രീവ മഹർഷി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഗൗഡപാദകാരി അല്ലെങ്കിൽ ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ഗുരുവിനെയും അങ്ങനെയൊക്കെയുള്ള സൂത്രങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശ്രീവിദ്യയെ ദ്വൈതത്തിലും അദ്വൈതത്തിലും ഒക്കെ ഉൾപ്പെടുത്താം. അതിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലെത്തുമ്പോൾ അവിടെ അദ്വൈതം തന്നെയാണ്. അതാണല്ലോ നമ്മുടെ ആശ്രമത്തിൽ പ്രത്യേകിച്ചും എല്ലാവരെയും ഇപ്പം നമ്മൾ ഈശ്വരബുദ്ധ്യ വന്ദിക്കണം ഇല്ലെങ്കിൽ ബോധിക്കണം എന്ന് പറയുമ്പോൾ അത് അദ്വൈതമായാലല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഉച്ചനീചിത്വ ഭേദം വന്നു. അവിടെ നമുക്ക് ഇവിടെ ഇത് പറയുമ്പോൾ വേറൊരു വിഷയം കൂടിയും പറയാനുണ്ട്. ഈ അദ്വൈതം ഇവിടെ ഗുരുവിനോട് മാത്രം അദ്വൈതം പാടില്ല എന്നാണ്. ബാക്കിയെല്ലാം നമുക്ക് ഒന്നായി കാണാം. ഞാൻ ഈ സമൂഹത്തിലെ സമദൃഷ്ടിയിൽ സമഭാവനയിൽ ദർശിക്കാം. എന്നാൽ ഗുരുവിനോട് മാത്രം എന്താണെന്ന് വെച്ചാൽ ഗുരുവാണല്ലോ നമ്മളെ ഈ പറയുന്ന അദ്വൈത ബോധത്തിലേക്ക് ഉണർത്തുന്നത്. അതുകൊണ്ട് ഞാനും നീയും ഒന്നാണെന്ന് ഗുരുവിനോട് പറയരുത് എന്നാണ്. ഇത് ശാസ്ത്രത്തിലൊരു രഹസ്യമാണ്. ഇനി അങ്ങനെ തോന്നിയാൽ ആ ശിഷ്യനാണ് പിന്നെ ഗുരു ആകുന്നത്. അവിടെ നിൽക്കരുത് എന്നാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് ഗുരു ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ അദ്വൈതം തന്നെയാണ് ശ്രീവിദ്യ എന്ന് തന്നെയാണ് എന്ന് പറയുന്നതോടുകൂടി തന്നെ ദ്വൈതവുമാണ്. ദ്വൈതം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഉപാസിക്കേണ്ടി വരുന്നത്. അദ്വൈതത്തിലാണെങ്കിൽ ഉപാസിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഉപാസിക്കേണ്ട ആവശ്യമില്ലാത്ത തലമാകുന്ന അദ്വൈതത്തിലേക്ക് എത്തിക്കാൻ ദ്വൈതത്തിലിരുന്നു കൊണ്ടുള്ള സാധനയിലൂടെ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാം. അതാണ് അതെ. സ്വാമിജി, നമ്മൾ ആശ്രമത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ കുറച്ച് വാക്കുകൾ കണ്ടു. അതിൽ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്കൊരു വാക്ക് തോന്നിയത്, നമ്മൾ ധർമ്മം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ധർമ്മസംഗ്രഹം എന്നുള്ളൊരു വാക്ക് കണ്ടു. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ധർമ്മസംഗ്രഹം അല്ലേ? ഇപ്പം ലോകസംഗ്രഹം എന്നൊക്കെ ഒരുവിധം എല്ലാവരും കേട്ട് കാണാം. അപ്പം ഈ ധർമ്മസംഗ്രഹം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ധർമ്മം എന്നുള്ള ശബ്ദവും അറിയാം. അപ്പം ഈ സംഗ്രഹം എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ യോജിപ്പിക്കുക. അപ്പം സംഗ്രഹത്തിൻ്റെ വിപരീതം എന്താണ്? വിഗ്രഹമാണ്, ഭിന്നിപ്പിക്കലാണ്. ഇപ്പം സംഗ്രഹം എന്ന് പറയുമ്പോൾ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരർത്ഥം പറയുന്നു എന്നേ ഉള്ളൂ. ഇതിന് എങ്ങനെയും ഇതാണല്ലോ ഇതിൽ ഈ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെയും പറയാമല്ലോ. അപ്പം അത് നമ്മുടെ ആശ്രമം ഉദ്ദേശിക്കുന്നത്, അല്ലെ ത്രിപുരാശ്രമം അതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ നാരായണ ഗുരുദേവൻ എന്നേ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന് മുൻപ് തന്നെ ദേവി ഭാഗവത്തിൽ ദേവി സർവം കല്യുതമേവാഹം നാനിദസ്തി സനാതനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഇന്നിപ്പോൾ ഏതൊരു വിഷയത്തിലും ഈ ഭേദഭാവനയുണ്ട്. മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, മതത്തിൻ്റെ പേരിൽ മാത്രമാണെങ്കിൽ പിന്നെയും സമാധാനമുണ്ട്. കാരണം മതവിശ്വാസികളെ സംബന്ധിച്ച് മതഗ്രന്ഥത്തിൽ പറയുന്ന മതാചാര്യന്മാർ പറയുന്നത് അവർക്ക് അവരുടെ വേദവാക്യമാണ്. അപ്പോൾ അതിനവർ വിശ്വാസികളെ ഇപ്പം നമുക്കതിൽ മുറിപ്പെടുത്താനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നും നമ്മളതിൽ ആരുമല്ല. അത് അവരുടെ വിശ്വാസമാണല്ലോ. അപ്പം ഇവിടെ ഇന്ന് ഒരേ മതത്തിൽപ്പെട്ടവർ തന്നെ ഇപ്പം സനാതന ധർമ്മം, അതിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ
നമ്മൾ നേരത്തെ തന്നെ പറയാണ്ടായി 6 മതം ആസ്തിക ദർശനത്തിൽ പറഞ്ഞില്ലേ, ശൈവം ശാക്തേയം എന്നൊക്കെ ദർശനങ്ങൾ വേറെയുണ്ട്, ഇത് വേറെ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും ഈശ്വരനെ എങ്ങനെ ഉപാസിച്ചാലും നിങ്ങൾ ധർമ്മത്തിൻ്റെ പേരിൽ ഒന്നിക്കണം. ഇപ്പം നമ്മളെന്താണ്, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പിന്നെ അല്ലേ, ഇങ്ങനെ എല്ലാം കൊണ്ടും പരസ്പരം ഭിന്നിച്ചിരിക്കുക. ആ ഭിന്നം അവിടെ എന്താ സംഭവിക്കുന്നത്? കലഹം, യുദ്ധം, വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ആശ്രമം പറയുന്നത് ത്രിപുരാശക്തി. അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഇതും കൂടി പറയാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. ത്രിപുരാശക്തി എന്ന ഇപ്പം ആശ്രമത്തിൻ്റെ ഗുരുഭൂതര് എനിക്ക് തന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളാണ് ദേവിക്ക് ത്രിപുരാശക്തി. നേരെ മറിച്ച് ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഉപാസിക്കാൻ പാടുന്ന പറയാൻ പാടില്ല. മതകലഹവും വലിയ പ്രശ്നമാവും. അവിടെ തന്നെ എന്താ വെച്ചാൽ അതിന് പ്രമാണമുണ്ട്, സൂത്രങ്ങളുണ്ട്, രഹസ്യോപാസനയാണ്, രഹസ്യവിദ്യയാണ്. പിന്നെ ചട്ടമ്പി സ്വാമിജികൾ, നാരായണ ഗുരുദേവൻ എന്ന പോലെ അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയി ദേവി, പിന്നെ ഇന്നിപ്പോൾ ഓരോ ആചാര്യന്മാരും സമൂഹത്തിൽ ഒരു നാമവും ജപിക്കാത്തവർ ഏതെങ്കിലും സ്തോത്രങ്ങളിലും ജപിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആയാലും ശിവസഹസ്രനാമ സ്തോത്രം ആയാലും ഈ പറയുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം ആയാലും ഒക്കെ ജപിച്ചോളൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്നൊരു സമൂഹത്തിൽ ഇപ്പം ഞാൻ വന്നിട്ട് പറയും ഇതാരും ജപിക്കാൻ പാടില്ല, രഹസ്യമാണ്, ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കാലത്ത് നമുക്ക് ദൈവത്തിനെ ഭജിക്കാനോ നമസ്കരിക്കാനോ സാധാരണക്കാർക്ക് അതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ല. ഇതൊക്കെ പലരും പറയുന്നു കേട്ടുള്ളതാണ്. നമ്മുടെ അനുഭവത്തിൽ എന്ന് വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, എല്ലാ അവകാശങ്ങളും ഇന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കലഹിക്കുന്നത് എന്താ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ പൂർവികന്മാരോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവർ അവരനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം സംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇവിടെ നാരായണ എന്ന് വിളിച്ചാലും നാരായണി എന്ന് വിളിച്ചാലും യേശുവേ എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും പിന്നെ അവരവരുടെ വിശ്വാസത്തിലുള്ള ഏത് ദേവതാ സ്വരൂപത്തിൽ വിശ്വസിക്കുന്നവരും അവരെല്ലാം എത്തിച്ചേരുന്നത് ഈശ്വര സന്നിധിയിലേക്ക് തന്നെയാണ് എന്നൊരു അവബോധം കൊടുക്കാനുള്ളൊരു സ്ഥാപനം. അത് ഗുരുവിൻ്റെ ധർമ്മമാണ്. ഗുരുവിനെയാണ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ ലോകത്തിൻ്റെ ഗുരുവിൻ്റെ സ്ഥാനമാണ് ശരിക്കും ആശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സന്യാസിക്ക് വരേണ്ടത്. അപ്പം ശരിക്കും രാജാക്കന്മാരോ ഇന്നിപ്പോൾ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരാണ്. അപ്പം മന്ത്രിമാർ, പക്ഷെ അവർക്കിപ്പോൾ IAS IPS അതൊക്കെ കഴിഞ്ഞവരാണ് ഗൈഡൻസ് കൊടുക്കുന്നത്, അത് വേറെ വിഷയം. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് ചോദിച്ചാലാണ് ഉപദേശം കൊടുക്കാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഭക്തന്മാരെ പോലെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്ന അങ്ങയെ പോലെയുള്ളവർ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മുകളിലെ പൂജയൊക്കെ ചെയ്യുമ്പോൾ അവർ ഭക്തിയോടുകൂടി ജപിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ കണ്ടു എന്ന പോലെ അവർ അങ്ങനെ വരുമ്പോൾ ഇന്ന് പിന്നെ നമുക്ക് എന്താണ് ഈ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സ്വന്തമായിട്ടൊരു ചാനൽ നടത്തണമെങ്കിൽ അതിന് നമുക്ക് നല്ല ധനച്ചെലവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ തത്വം ബോധിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ സംഗ്രഹം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. മതത്തിൻ്റെ പേരിലാകട്ടെ, ജാതിയുടെ പേരിലാകട്ടെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലാകട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാകട്ടെ കലഹിച്ച് ഭിന്നിച്ച് നിൽക്കുന്ന സമൂഹത്തെ, ജനത്തെ ഒന്നിപ്പിക്കാനുള്ള ഒരു പ്രയത്നം. അപ്പം അത് ഒരാൾക്ക് തരിച്ച് ചെയ്യാൻ പറ്റുന്നതാണോ? ഒരിക്കലുമല്ല. എല്ലാവരും കൂടി ചേർന്നാലാണ് സംഗ്രഹധർമ്മം പൂർത്തിയാകാം. അതിൽ വ്യക്തത വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൂട്ടി യോജിപ്പിക്കുക നമ്മളെല്ലാവരെയും, ഇപ്പം ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുക. അതാണ് സ്വാമിജി ശ്രീ ശക്തി വിദ്യാ തത്വം എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശ്രീ ശക്തി വിദ്യാ തത്വം അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം ആശ്രമം 4 അപ്പം ഇന്ന് പ്രത്യേകിച്ച് നമുക്കെന്താണ് പഴയ കാലത്തെ ധർമ്മവ്യവസ്ഥയൊക്കെ അത് അങ്ങനെയുണ്ട്. ഇന്ന് ട്രസ്റ്റ്, ഡീഡ്, ബയലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഓരോ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ ത്രിപുരാശ്രമം എന്നുള്ള രീതിയിൽ ആ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന്
നമ്മളൊരു ഒരു ഒരു രൂപഘടന കൊടുക്കണമല്ലോ, ഉണ്ടാക്കി കൊടുക്കണമല്ലോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 12 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ ശ്രീ ശക്തി വിദ്യാ തത്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വെറുതെ നാമമാത്രമായിട്ടൊന്ന് പറയാം. ആദ്യം ഇപ്പോൾ സ്വാമി ചോദിച്ച ചോദ്യം തന്നെ ധർമ്മസംഗ്രഹം എന്നാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീ ശക്തിവിദ്യാ തത്വത്തിൽ 12 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പം അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ധർമ്മം ഈശ്വരനെ അറിയുവാൻ വേണ്ടി ആചരിക്കണം എന്നാണ്. അപ്പോൾ ആചരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? കർമ്മം എന്നുള്ളത് എടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ, അപ്പോൾ ആചാരവും വ്യാപാരവും എന്നെടുക്കണം. ഇപ്പം ഗുരുവായൂരിലും അവിടെയൊക്കെ ധനം വരുന്നതിലും ഈ പറയുന്ന പോലെ ശബരിമലയിലൊക്കെ ധനം വരുന്നതിലും കച്ചവടം കൂടുന്നതിലുമാണ് ആളുകൾക്ക് എന്താണ് അസഹിഷ്ണുത, അല്ലേ? അപ്പോൾ ആചാരം എന്ന് പറയുമ്പോൾ അവിടെ വ്യാപാരവും ഉണ്ട്. അപ്പം ധർമ്മവും കർമ്മവും ബന്ധമുണ്ട്. അപ്പം ആ കർമ്മം ചെയ്യുന്നത് വെറും വ്യാപാരത്തിന് കച്ചവടത്തിന് വേണ്ടി മാത്രമാകരുത്, ഈശ്വരനെ അറിയാൻ കൂടി വേണ്ടിയാകണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായോ? പ്രത്യേകിച്ച് നമ്മുടെ താത്വികമായ വശം എന്താണ്? ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടായത് ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വരനിൽ നിന്നാണ് സൃഷ്ടിയൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ് എന്ന് വരുമ്പോൾ നമ്മളൊക്കെ ഈശ്വര സ്വരൂപികൾ തന്നെയാണല്ലോ. പക്ഷെ അവിടെ പറയുന്ന ഈശ്വരനെ പോലെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പ്രപഞ്ചം സൃഷ്ടിക്കാനോ ഭൂമി സൃഷ്ടിക്കാനോ എന്നുള്ള ശേഷി നമുക്കില്ല. എങ്കിലും വാക്കുകളെ കൊണ്ട്, അല്ലേ, അറിവുകളെ കൊണ്ട് നമുക്ക് പലതും സാധിക്കും. അപ്പോൾ ആ ഈശ്വരൻ്റെ കൈകാലുകളും അത് അങ്ങനെ പ്രവർത്തനതായിട്ട്. അപ്പം ധർമ്മം ആ ഈശ്വരനെ അറിയുവാൻ വേണ്ടി ആചരിക്കണമെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് അർത്ഥം ഉചിതമായിട്ട് ഉപയോഗിക്കണമെന്നാണ്. അർത്ഥം എന്നുള്ളതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അപ്പം അതിലൊന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞല്ലോ, ലൗകികവും ആത്മീയവുമായിരിക്കുന്ന ഒരു ഉന്നതിയാണ്, ഉയർച്ചയാണ്. അപ്പോൾ ആത്മീയമായ ഉന്നതിക്ക് ആത്മജ്ഞാനത്തിന് ഉപകരിക്കുന്ന സാധനം മാത്രം മതി. എന്നാൽ ലൗകികമായ ഉന്നതിക്ക് അത് മതിയോ? അർത്ഥം, സമ്പത്തും വേണം, അല്ലേ? അപ്പം നമുക്ക് സമ്പത്ത് മാതാപിതാക്കന്മാരിൽ നിന്ന്, പിന്നെ എന്താ പറയുക, ഗുരുഭൂതരിൽ നിന്ന് എന്ന പോലെ സ്വപ്രയത്നത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സമ്പത്ത് നമുക്ക് 5 തരത്തിൽ വരുന്നു. അതുകൊണ്ട് അത് 5 രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇത് സംക്ഷിപ്തേ പറയുന്നുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് എന്താ വെച്ചാൽ കാമം ധാർമ്മികമായി പൂർത്തീകരിക്കണം. ഇപ്പം ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, മോക്ഷശാസ്ത്രം. ഇപ്പം ശ്രീവിദ്യ ഒരു കൂട്ടർക്ക് മാത്രമാണോ എന്ന് പറയുമ്പോൾ കാമശാസ്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. വാത്സ്യായന കാമസൂത്രമൊക്കെ അവിടെ പഠനവിധേയമാക്കുന്നുണ്ട്. വാത്സ്യായന മഹർഷി കേട്ട് കാണും. അപ്പം അവിടെ ആ മഹർഷി ബ്രഹ്മചാരിയായിരുന്നു. അപ്പോൾ ബ്രഹ്മചാരി പറഞ്ഞു എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഇന്നത്തെ സയൻറ്റിസ്റ്റുകൾക്കും ഈ പറയുന്ന സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അവർക്ക് പരീക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ പഠിക്കുന്നതിലോ ഒന്നും പ്രശ്നമില്ല. എന്നാൽ ശാസ്ത്രം എന്താണ്, അല്ലേ, ഒരു ആശ്രമവാസികൾ പറയുമ്പോഴാണ് അവർക്ക് പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കാമശാസ്ത്രം. കാമം എന്ന് പറഞ്ഞാൽ മോഹം, ആഗ്രഹം, ഒത്തിരി അർത്ഥങ്ങളിൽ ഒന്ന്. അപ്പോൾ ഇവിടെ അത് ധാർമ്മികമായി പൂർത്തീകരിക്കണം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉഭയസമ്മതമനുസരിച്ച്. ഇപ്പം ഇവിടെ ആശ്രമത്തിലേക്ക് ഇപ്പം നമുക്ക് അങ്ങോട്ട് വരാൻ അസൗകര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നൂടെ എന്നാണ്. അത് നമ്മുടെ 2 കൂട്ടരുടെയും സമ്മതമാണ്. എന്നതുപോലെ ഏതൊരു ബന്ധവും പരസ്പര സമ്മതത്തോടും ആദരവോടും കൂടി, ദാമ്പത്യം കൂടി അതാണല്ലോ, ജീവിതം കൂടി ഒരു കരാറാണ്, വിവാഹ ജീവിതം കൂടി പരസ്പരമുള്ള ഒരു കരാറാണല്ലോ, അല്ലേ? ആ വ്യവസ്ഥയനുസരിച്ച് നിന്നെ ഞാൻ സംരക്ഷിക്കാം. അപ്പം ആ രീതിയിൽ നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, നമ്മൾ എടുത്തിരിക്കുന്ന കർമ്മം, ജീവിത രീതി അനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ പൂർത്തീകരിക്കുക. പിന്നെ പറയുന്നത് നാലാമത്തേത് ദേഹം ദേവാലയവും ജീവൻ ചൈതന്യവുമാകുന്നു എന്നാണ് പറഞ്ഞല്ലോ. ഈ ശ്രീചക്രം ആരംഭത്തിലാണ് ബഹിർയാഗം, സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ദേഹം തന്നെ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നു, ആരാധനാലയങ്ങളിലേക്ക് പോകുന്നു. അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പോകുന്നവരെ നമ്മൾ തടസ്സപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ ഒന്നും പാടില്ല, അവർ പോകുന്ന വേണം. അപ്പോൾ അതാണ് അവിടെ ദേഹം. ഈ ദേഹം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത് ശുദ്ധമായിട്ട് തേച്ചുകുളി,
അതുപോലെയുള്ള അതിൻ്റെ നിഷ്ഠകളൊക്കെ പാലിച്ച് ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കുക. അവിടെയാണ് ഓരോ ഹൃദയത്തിലും ഓരോ ശ്വാസത്തിലും ഈശ്വരൻ ഉണ്ട് എന്നാണല്ലോ. ഇനി പിന്നെ അവിടെ പറയുന്നു, പിന്നെന്താ അവിടെ അഞ്ചാമതായിട്ട് പറയുന്നത്, ഏവരെയും ഈശ്വരബുദ്ധിയ വന്ദിക്കണം. അല്ല, ഇപ്പം നമ്മൾ നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ആശ്രമത്തിൽ അതെന്താ വെച്ചാൽ ഓം ശ്രീ നാരായണീ നമ, പിന്നെ ഓരോരുത്തരും ഹരിയോം എന്ന പോലെ ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട്, അപ്പോൾ ആ വിശ്വാസത്തിൽ പറയുന്ന ഈശ്വരനെ ആ അർത്ഥം ഇവിടെ എടുക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും തിരുവരസുന്ദരിയെ നമസ്കരിക്കണം എന്നുള്ള അർത്ഥമൊന്നും എടുക്കരുത്. പിന്നെ ആറാമത്, അത് ആശ്രമത്തിൻ്റെ മാത്രം ഒരു പേഴ്സണൽ വിഷയമാണ്. ആഴ്ചയിലൊരിക്കൽ സത്സംഗത്തിൽ പങ്കെടുക്കണം എന്ന്. ഇതൊരു മിഷനറി വർക്ക് എന്നുള്ള രീതിയിൽ, വിഷൻ എന്നാലാണല്ലോ മിഷൻ വരിക. ഒരു ട്രസ്റ്റ്, ഒരു ആശ്രമം നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടേ? സ്ഥാപനമാണോ? അല്ല, വിഷൻ എന്നുവെച്ചാൽ ഗുരുപദേശം, അതിനനുസരിച്ച് ദർശനം, അതിനനുസരിച്ച് രചനകളും വരണം. വ്യക്തമായല്ലോ. അപ്പം അതെന്താ വെച്ചാൽ ഇപ്പം ദീക്ഷ എടുത്തു, ഉപദേശം എടുത്തു. ഇപ്പോൾ പലരും പറയാറുണ്ട്, സ്വാമിജി പ്രത്യേകിച്ച് ഞാൻ സപ്താഹയജ്ഞം നവാഹയജ്ഞമൊക്കെ നടത്തിയിട്ടുള്ള ആചാര്യൻ കൂടിയാണ്, ഇപ്പോഴും നടത്താൻ പറ്റുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യജ്ഞപ്രസാദമായിട്ട് ദേവി മഹാത്മ്യത്തിലെ മന്ത്രവും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഹരിരാമ മന്ത്രവും ഒക്കെ യജ്ഞപ്രസാദമായിട്ട് ഓരോരുത്തരും, മറ്റ് പല മതവിശ്വാസികളും ഓരോ പുസ്തകങ്ങൾ കൊടുക്കുന്ന പോലെ യജ്ഞപ്രസാദമായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ രീതിക്ക് ആയിരമല്ല 10,000-കണക്കിന് ആളുകൾക്ക് തന്നെ ഉപദേശം കൊടുത്തിട്ടുള്ള ആളുകളാണ്. പിന്നെ എന്തിനാണ് ഒരു പുനരുദ്ധാരണ പ്രവർത്തനം? അവർ ഓരോരുത്തരും ഓരോ ഉറുപ്പിക വെച്ച് തന്നാൽ പോരെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു കൂട്ടായ്മ, ഒരു യൂണിറ്റ് വേണ്ടേ? അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പഠനം ഒരു തപസ്സല്ലേ, ഒരു മഹാസാഗരമല്ലേ? അപ്പം അതിന് ആഴ്ചയിൽ എന്നുള്ളത് മാസത്തിലോ വർഷത്തിലോ, അതിനാണ് ഗുരുപൂർണിമയ്ക്കെങ്കിലും അല്ലെങ്കിൽ ഗുരു ജയന്തിക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിനെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ആഴ്ചയിലൊരു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതും ആശ്രമത്തിൻ്റെ ഒരു ഇതാണ്. അടുത്ത് പറയുന്ന ഏഴാമത്തെ കാര്യം, ഓം ഹ്രീം ശ്രീം ത്രിപുരാശക്തിയേ നമ എന്ന മൂലമന്ത്രം എല്ലാവരും എപ്പോഴും ഭാവന ചെയ്യണമെന്നാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ചെയ്യോ? ആശ്രമത്തിലെ വിശ്വാസികൾ, അന്തേവാസികളെ അതനുസരിക്കൂ. അല്ലാത്തവരെ സംബന്ധിച്ച് എന്താണ്? അവരുടെ പരമ്പരയിൽ അല്ലേ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ അന്തർഭവിച്ച അത് മതി എന്ന് വെച്ചാൽ വിശ്വാസത്തിനനുസരിച്ച് അവർ ആ ഒരു സങ്കല്പത്തിലൂടെ ജീവിക്കാം, അത്രയാണ്. പിന്നെന്താണ്? പുരാണാദി കഥകൾ താത്വികമായിട്ട് ബോധിക്കണം. ഇപ്പോൾ പുരാണത്തിൽ ഇപ്പോൾ കനമൂലം കാമിനി മൂലം എന്ന് പറഞ്ഞ പോലെ ഏത് മതഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ എന്താണ്? ഭൂമിക്ക് വേണ്ടി എന്ന് വെച്ചാൽ മണ്ണിന് വേണ്ടിയും പൊന്നിന് വേണ്ടിയും വേറെ സുഖത്തിന് വേണ്ടിയാണ് അല്ലേ അവിടെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് അർത്ഥമാക്കുന്ന, അപ്പം തത്വം ബോധിച്ചാലോ ഇതൊക്കെ അശാശ്വതമാണ്, അനിത്യമാണ്. അപ്പം നേടേണ്ടത് ആത്മജ്ഞാനം, ആത്മശാന്തിയാണ്. എത്ര വലിയ വലിയ ഈശ്വരന്മാർ പോലും അവതരിച്ച് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അതൊക്കെ നശിച്ചു പോകുന്നതാണ്. നേരെ മറിച്ച് ഈശ്വര സംബന്ധിയായിട്ട്, ആത്മീയ സംബന്ധമായിട്ട്, ധ്യാന സംബന്ധമായിട്ട്, ജപസംബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അക്ഷയമാണ്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് തത്വം ബോധിക്കാം. പിന്നെന്താണ്? നമ്മുടെ പൈതൃകത്തിൽ സംസ്കാരത്തിൽ പറയുന്നതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ അവിടെ പറഞ്ഞു എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള ഭാവന എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? 10ാമതായിട്ട് പറയുന്നത് യോഗമാർഗം, തന്ത്രവിദ്യ, ധ്യാനം, പൂജ, ഹോമം ഇവ എല്ലാം യഥാവിധി സ്വഗുരുമുഖത്തിൽ നിന്നും അഭ്യസിക്കണം. അപ്പോൾ പിന്നെന്തിനെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്നാണ്. അത് റെഫറൻസ് ആണ്. പഠിച്ചവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലേ, ഇപ്പം നമുക്ക് ഒത്തിരി ടെക്സ്റ്റുകളുണ്ട്, നോട്ടുകളുണ്ട് അല്ലേ, ഓരോ സൈറ്റുകളിൽ ഓരോന്നുണ്ട്. അപ്പോൾ അതിന് അധികാരി പുരുഷന്മാർ പറയുമ്പോഴല്ലേ ഓരോരുത്തർക്കും അത് ഞങ്ങൾ ചെയ്യുന്നത് ശരി തന്നെയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വേദികളിലും അത് അവതരിപ്പിക്കുന്നത്. അതാണ്. അപ്പോൾ അത് ഓരോ ഗുരുഭൂതരും അവരുടെ ഗുരു എന്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ചല്ലേ പറയുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ധ്യാന സെൻറ്ററിൽ അവിടെ അതീന്ദ്രിയ ധ്യാനം പഠിപ്പിക്കുന്നുണ്ടോ തോന്നുന്നു അല്ലേ? എന്തായാലും മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇപ്പം പതഞ്ജലി യോഗ ദർശനത്തിൽ അഷ്ടാംഗ യോഗം, അവസാനത്തിലെ ധ്യാനം, സമാധി, അങ്ങനെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം 7ാമത്തെയാണ്. 8ാമത്തെയാണ് എന്താണ്? സമാധി.
അപ്പോൾ ഇതിനൊക്കെ ഓരോ വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ അതീന്ദ്രിയ ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ 7-നും 8-നും ശേഷം വരുന്ന കാര്യമാണ്. അപ്പോൾ അത് ഓരോ പാരമ്പര്യം അനുസരിച്ചും ഞാൻ ക്രിയായോഗ ദീക്ഷയൊക്കെ ഉള്ളതാണ്. അത് ഈ ജന്മത്തിൽ തന്നെ, അല്ലാതെ മറ്റേ ഈ ജന്മത്തിൽ തന്നെ ഗുരുപരമ്പരയിൽ പെട്ട ആചാര്യന്മാരെ ഇങ്ങനെ ആശ്രമം എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ ആശ്രമം ഓരോരുത്തരും ചെന്ന് കണ്ട്, ഇല്ലെങ്കിൽ അവർ നമ്മളെ കണ്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ, ഒരു മാർഗത്തിൽ മാത്രമല്ല, മാർഗബന്ധു പുരസ്കാരം എന്നാണല്ലോ പറയുന്നത്. ധ്യാനമായാലും അതീന്ദ്രിയ ധ്യാനമായാലും ഒരേ മെത്തേഡിൽ മാത്രമല്ല എന്ന് പറയാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ ഓരോ ഗുരുഭൂതരും അവർക്ക് കിട്ടിയ രീതി അനുസരിച്ചാണ് പകർന്നു തരിക. അതുകൊണ്ടാണ് അത് ഗുരുമുഖത്തിൽ നിന്നും. പിന്നെ 11ാമത് പറയുന്നത് എന്താണ്? ശ്രീ ഗുരുപാദുകാ വന്ദനം നിത്യവും ചെയ്യണം. അത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമ്മൾ ഓം ഗും ഗുരുഭ്യോ നമ എന്നൊക്കെ പറയുന്നത് പോലെ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു ഗുരുപാദുകാ വന്ദനമുണ്ട്. അത് പരമ്പരയിൽ നിന്ന്, അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശ്രീവിദ്യാക്രമത്തിൽ ദീക്ഷയെടുക്കുന്നവർക്കാണ് അത് മനസ്സിലാവുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? ശ്രീ ശക്തിവിദ്യാ രഹസ്യം അപരനോട് പറയരുത് എന്നാണ്. ശ്രീ ശക്തിവിദ്യാ തത്വത്തിൽ പറയുന്ന 12 കൂട്ടം കാര്യങ്ങളിൽ 12ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരനോട്, അന്യരോട് പറയരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മളെന്താണ് ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊതുവെ എല്ലാവർക്കും വേണ്ടി ആശ്രമത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ത്രിപുരാശക്തി പൂജ മാത്രമാണ്. എന്നാൽ ഇപ്പം ഈ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ ഓരോ പദ്ധതി അനുസരിച്ച് അവരുടെ പാകതയും യോഗ്യതയും നോക്കിയിട്ടാണ് അവർക്ക് അഷ്ടാക്ഷരിയാണോ പഞ്ചാക്ഷരിയാണോ ഈ പറയുന്ന രീതിയിൽ ശ്രീവിദ്യ തന്നെയാണോ അല്ലെങ്കിൽ വെറും ഒരു അക്ഷരമാണോ അത് ഉപദേശിക്കുക. അതെന്താണ്? ഇപ്പം നമ്മൾ സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും ജ്യേഷ്ഠാനുജന്മാരാണെങ്കിൽ കൂടിയും പരസ്പരം ചർച്ച ചെയ്യരുത്. എന്നുവെച്ചാൽ ഗുരുവിൽ നിന്ന് കിട്ടുന്ന വിദ്യ, ദീക്ഷ, അത് ഗുരുവും ശിഷ്യനും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ചിലപ്പോൾ ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം, ചിലപ്പോൾ അതുപോലും അറിയാത്തതായിരിക്കാം. അപ്പോൾ അവിടെ പല ഇത്ര മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഗുരുപദേശം ഇപ്പം ഈ പൊതു പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന, ഇപ്പം നമ്മൾ ഇതിലൂടെ പറയുന്ന പൊതുവിൽ പറയാൻ പാടുന്ന കാര്യങ്ങൾ മാത്രം, അപ്പം നമുക്ക് കിട്ടുന്ന ഉപദേശം അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഗുരു നിർദ്ദേശമനുസരിച്ച് എൻ്റെ ഗുരുഭൂതര് തന്നെയാണ് ശരിക്കും ഒരു ശിഷ്യൻ. ഇപ്പം സന്യാസം എന്നുള്ളൊക്കെ രീതിയിൽ ശ്രീവിദ്യയിലൊക്കെ ആണെങ്കിൽ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഗുരുവിൻ്റെ തന്നെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യണം എന്നാ പറയാം. അപ്പോൾ എന്നെപ്പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന ചിലവരോട് മാത്രമാണ് സ്വതന്ത്രമായിട്ട് തനിച്ച് ഒരു ആശ്രമം ആരംഭിച്ചോളൂ എന്ന് പറയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്കിത് എല്ലാം പറയുന്ന ഒന്നാന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ്, ത്രിപുരാശക്തിയെ മാത്രം ഭജിച്ചോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ നാരായണനെ മാത്രം ഭജിച്ചോളൂ എന്ന്, അല്ലെങ്കിൽ യേശുവെ മാത്രം ഭജിച്ചോളൂ എന്നാണ്. ഇപ്പം എനിക്ക് നമ്മുടെ ഗുരുഭൂതര് തന്ന സ്വാതന്ത്ര്യം കണ്ട് സ്വാമി എന്താണോ ഭജിക്കുന്നത് അത് തന്നെ ഭജിച്ചോളൂ. അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ഇവിടെയുള്ള ത്രിപുരാശക്തിയെ തന്നെ ഭജിക്കണം എന്ന്. അതുകൊണ്ടാണ് ഈ ഉപദേശം രഹസ്യമാക്കി വെക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ശ്രീ ശക്തിവിദ്യാതത്വം വ്യക്തമായിട്ടുണ്ടായിരിക്കും. സ്വാമിജി, ശ്രീവിദ്യാക്രമമെന്നും ദേവപൂജാക്രമമെന്നും നോട്ടീസ് ബോർഡിൽ കണ്ടു. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് വളരെ എല്ലാം കാര്യമാത്ര പ്രസക്തമായ അന്വേഷണം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ശ്രീവിദ്യാക്രമം ദേവപൂജാക്രമം എന്തുകൊണ്ട് 2 എണ്ണം പറഞ്ഞു? ഇപ്പോൾ മഹാവിദ്യ, ഇപ്പോൾ ദശമഹാവിദ്യകളിൽ എന്തുകൊണ്ട് ശ്രീവിദ്യ പ്രാധാന്യമർഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചതുപോലെ ഉള്ളൊരു ചോദ്യം തന്നെ ഇത്. അപ്പോൾ ഈ ശ്രീവിദ്യാക്രമം എന്ന് പറയുമ്പോൾ അത് മഹാവിദ്യയുടെ ഭാഗമാണ്. അപ്പോൾ സ്വതന്ത്രമാണെന്ന് പറഞ്ഞു. തന്ത്രശാസ്ത്രവും ശ്രീവിദ്യയും അവിടെ പറഞ്ഞപ്പോൾ അത് സ്വതന്ത്രമാണ് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. അപ്പോൾ ശ്രീവിദ്യാക്രമം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ദേവപൂജാക്രമം അല്ലെങ്കിൽ മറ്റ് പല അനുഷ്ഠാനങ്ങൾക്കും ശേഷം ആണ് അത് പലർക്കും പലയിടത്തും ഉപാസിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ഓരോ ടെക്സ്റ്റുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ പാരമ്പര്യമുണ്ട്. അപ്പോൾ ശ്രീവിദ്യാക്രമത്തിന് പല ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ നേരത്തെ പറഞ്ഞതാണ് പരശുരാമ കൽപ്പസൂത്രം. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗുരുപാരമ്പര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ, ശ്രീ ലളിതാ മഹിളാ സമാജം എന്ന് പറയുമ്പോൾ തൃച്ചി. അപ്പോൾ അവിടുന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഗുരുപദേശം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുന്ന് ഗുരുഭൂതരി പറഞ്ഞു തന്നിട്ടുള്ള രീതിയിൽ ഈ ക്രമത്തിൽ
ദേവതകളെ ഉപാസിച്ച് പോയതിന് ശേഷമാണ് അവർക്ക് പൂർണ്ണ ദീക്ഷ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ശ്രീവിദ്യയുടെ പൂർണ്ണ വിദ്യ കൊടുക്കുക. അതുവരെയും എന്താന്ന് വെച്ചാൽ ഈ ദേവപൂജാക്രമത്തിൽ വരുന്ന ദേവതകളെ തന്നെയാണ് അവിടെ ഉപാസനയ്ക്ക് പറഞ്ഞു കൊടുക്കുക. എങ്കിലും മന്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിൻ്റെ ക്രമങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നിലെ ആവരണ പദ്ധതി, ഇപ്പം ശ്രീചക്രം എന്ന് പറയുമ്പോൾ അത് ആവരണ പദ്ധതിയിലൂടെ വരുന്നതാണ്. യന്ത്രപൂജയ്ക്കാണ് അവിടെ അതിൻ്റെ പ്രസക്തി വരുന്നത്. ഇവിടെ ബിംബാരാധന, ദേവതകൾക്ക് അതിൻ്റെ ആ വിഗ്രഹങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ രണ്ടും. അപ്പോൾ ദേവപൂജാക്രമം എന്ന് പറയുമ്പോൾ അതിനെ തന്ത്രസമുച്ചയം, ശേഷസമുച്ചയം, കുഴിക്കാട്ടുപച്ച, ശാരദാ തിലകം പോലെയൊക്കെയുള്ള പ്രമാണശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതിനെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ദേവപൂജാക്രമത്തിൽ. ശ്രീവിദ്യാക്രമത്തിൽ അപ്പോൾ അത് നമ്മുടെ ആശ്രമത്തിൽ നിന്ന് പ്രത്യേകിച്ച് അത് അവിടെ എടുത്ത് പറയാൻ കാരണം ഇവിടെ സുന്ദരീകുലമെന്നും സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായി, പിന്നെ കാളീകുലമെന്നും രണ്ടായിട്ടുള്ള ക്രമം നമ്മുടെ ആശ്രമത്തിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കാളീകുല ക്രമത്തിൽ നമ്മളെയും ദശമഹാവിദ്യകളെയും ഉപാസിക്കുന്ന ഒരു ക്രമമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുന്ദരീകുലത്തിൽ അവിടെ ദശമഹാവിദ്യകളെയും ഉപാസിക്കേണ്ട ആവശ്യം പറയുന്നില്ല. അവിടെ എന്ന് വെച്ചാൽ ദേവപൂജാക്രമത്തിലൂടെ തന്നെ പോയിട്ട് മഹാവിദ്യ എന്ന് പറയുന്ന ശ്രീവിദ്യയെ ഉപാസിക്കാം. അപ്പോൾ കാളീകുലം, സുന്ദരീകുലം, ഒന്ന് സാത്വികം പറഞ്ഞല്ലോ. അപ്പം അമ്മയുടെ പാരമ്പര്യം സാത്വികം, അച്ഛൻ്റെ പാരമ്പര്യം രാജസം എന്ന് പറയുമ്പോൾ കാളിയുടെ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ അപ്പം അവിടെ ക്ഷത്രിയ രാജാക്കന്മാരാണല്ലോ, അവർ അതിൻ്റേതായിരിക്കുന്ന അല്ലേ, ഇപ്പം ആ രാജാവിന് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രൗഢിയും ഗൗരവമൊക്കെ ഉണ്ടല്ലോ. മറ്റു സാത്വികം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും. അതുകൊണ്ടാണ് ആ ശ്രീവിദ്യാക്രമം അങ്ങനെയും ദേവപൂജാക്രമം രണ്ടും നല്ല രീതിയിൽ. അപ്പം അത് ഒക്കെ അതിനൊക്കെ ഗ്രന്ഥമുണ്ട്, അതുകൊണ്ട് അതൊക്കെ പരസ്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ പലരും ഇതെന്താ വെച്ചത് പലരും വാദവിവാദങ്ങളുള്ള രീതിയിൽ കൂടി ഇത് പറയുന്നുണ്ടേ. പ്രത്യേകിച്ച് ഇതൊക്കെ രഹസ്യമായി പറയേണ്ടതല്ലേ, ഇതൊക്കെ എങ്ങനെ പരസ്യമാക്കാമോ എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഇന്നെന്താണ് സോഷ്യൽ മീഡിയയിൽ കിട്ടാനുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഒരു അടുക്കും ചിട്ടയോടും കൂടി ഇത് ഗ്രന്ഥരൂപത്തിൽ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ ജന്മത്തിലെ ഈ ശരീരത്തിലെ പ്രായം കൊണ്ട് അതിൻ്റെ ടെക്സ്റ്റുകൾ നോക്കി അതിനെ നോട്ട്സ് രൂപത്തിലും ടെക്സ്റ്റ് രൂപത്തിലും അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അത് പറയാമല്ലോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ പറയുന്നതൊക്കെ പൂർവികർ പറഞ്ഞു വെച്ച അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, തുടർച്ചയാണ്. സ്വാമിജി, നോട്ടീസ് ബോർഡിൽ തന്നെ ജ്ഞാനയജ്ഞവും ജ്യോതിഷവും രണ്ട് വാക്കുകൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് പറയാണ്ടായി നമ്മുടെ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം ഇങ്ങനെയുള്ള 3 ഇതിൽ നമ്മുടെ വേദശാസ്ത്രങ്ങൾ അന്തർഭവിച്ചു എന്ന്. അപ്പം ജ്ഞാനയജ്ഞം എന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആശ്രമത്തിലൂടെ അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആശ്രമം ഗുരുഭൂതരുടെ ഉപദേശം അനുസരിച്ച് ആരംഭിക്കുന്നതിന് മുമ്പേ പ്രധാനമായിട്ട് ജ്ഞാനയജ്ഞങ്ങളാണ് നടത്തിയിരുന്നത്. അപ്പം ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ സാധാരണ ഭഗവത്ഗീത യജ്ഞം എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്നപോലെ സപ്താഹയജ്ഞം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുടെ ഒരു പ്രചരണത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ വേദശാസ്ത്രത്തിൻ്റെ കണ്ണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം ബോധിപ്പിക്കാൻ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചൊരാശ്രമമായതുകൊണ്ട് ജ്യോതിഷശാസ്ത്രത്തെയും, അതും ഒരു കർമ്മമാണല്ലോ, ഒരു ശാസ്ത്രവുമാണ്. അതുകൊണ്ട് അത് അതിൻ്റെ ശാസ്ത്രവിധാനമനുസരിച്ച് ആവശ്യമുള്ളവർക്ക്, അത് പ്രധാനമായിട്ട് ജ്യോതിഷികൾക്ക് തന്നെയാണ് പ്രയോജനമാകുക. അപ്പോൾ അതാണ് അവിടെ ഇതും ആശ്രമത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലൂടെ ബോധിപ്പിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവുന്നതാണ്. അതാണ് സ്വാമിജി, ത്രിപുരാശ്രമത്തിൻ്റെ എംബ്ലം നമ്മൾ കണ്ടപ്പം ഒരു ദീപത്തിൻ്റെ മാതൃകയാണ്, ദീപനാളമായിട്ടാണ് ഇത് കാണുന്നത്. എന്നാൽ അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ വാക്കുകളും കണ്ടു. അങ്ങ് എന്താണ് ആ വാക്കുകൾ, അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണെന്നൊന്ന് വിശദീകരിക്കാം. വളരെ നല്ലൊരു ചോദ്യം. നമ്മുടെ ആശ്രമത്തിൻ്റെ എംബ്ലം, ആ എംബ്ലത്തിൽ അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് അല്ലേ. അപ്പോൾ ഈ യാഗകുണ്ഡമാണ്, ആ യാഗകുണ്ഡത്തിന് ഉള്ളിൽ ജ്വലിക്കുന്ന അഗ്നിയാണ്. ആ അഗ്നിയിൽ അതിൻ്റെ മുകളിൽ ജ്ഞാനമുദ്ര എന്നുള്ള രീതിയിലുള്ള മുദ്ര. അപ്പം മുദ്രയിലുള്ള 3 വിരലുകളിൽ ഓം ഹ്രീം ശ്രീം എന്ന്, പിന്നെ ഈ
യാഗകുണ്ഡത്തിൻ്റെ മുകളിൽ ജപം, പൂജ, യാഗം, ധ്യാനം, ജ്ഞാനം. ഇതാണ് ശരിക്കും നമ്മുടെ എംബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ആശ്രമം ഉദ്ദേശിക്കുന്നത് കർമ്മകാണ്ഡത്തിൻ്റെയും ജ്ഞാനകാണ്ഡത്തിൻ്റെയും ഒരു ഉത്ബോധനം, സമന്വയമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ലോക ആരംഭം മുതൽ ഇന്ന് വരെയും ഇവർ രണ്ടു കൂട്ടരും യോജിച്ചിട്ടില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. രണ്ടും രണ്ടാണെന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ സന്യാസവും ഈ പറഞ്ഞത് ലൗകികവും. കാരണം ഒന്നെന്താ വെച്ചാൽ മോക്ഷവിദ്യ ശ്രേയസിൻ്റെ, ഒന്ന് പ്രേയസിൻ്റെ. ഒന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിൻ്റെ വിജയം അല്ലെങ്കിൽ സംതൃപ്തി, ഒന്ന് ആത്മീയ ജീവിതത്തിൻ്റെ വിജയം, മോക്ഷം. അപ്പം ഇത് രണ്ടും ഒരിക്കലും നടക്കൽ ഒന്നുകിൽ ഒന്ന് എന്ന് വെച്ചാൽ ഭൗതികമായ വിജയം മാത്രം, അല്ലെങ്കിൽ ആത്മീയമായ മോക്ഷം മാത്രം. എന്നാൽ നമ്മുടെ ആശ്രമം പറയുന്നു ഇത് രണ്ടും സാധ്യമാണ്. അതിൻ്റെ പ്രതീകമാണ്. അപ്പം കർമ്മകാണ്ഡത്തിൻ്റെ പ്രതീകമാണ് യാഗകുണ്ഡം. അപ്പം അതിലുള്ള ആ ജ്ഞാനകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ഓം ഹ്രീം ശ്രീം എന്നുള്ള അക്ഷരങ്ങൾ പരബ്രഹ്മത്തെ നമ്മൾ വാക്കിൽ ഒതുക്കുമ്പോൾ അതിന് പറഞ്ഞതാണ്. പിന്നെ ജപം, പൂജ, യാഗം, ധ്യാനം, ഈ നാലിനെയും കർമ്മകാണ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഈ ജപം എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ച് ഓരോന്നാണ്. അല്ലപ്പം ത്രിപുരാശ്രമത്തിൽ പറഞ്ഞ ത്രിപുരസുന്ദരിയുടെ ജപം മാത്രമല്ല, ഓരോ വിശ്വാസമനുസരിച്ചും അതങ്ങനെ. പിന്നെ അപ്പം അത് അപ്പം ഈ ധ്യാനം, അപ്പം ഈ പറയുന്ന കാര്യം നമ്മൾ കർമ്മകാണ്ഡത്തിൽ പറയുന്ന ജീവിതചര്യയിലൂടെ നമ്മൾ എത്തേണ്ടത് ജ്ഞാനം, ജ്ഞാനാദേവത് കൈവല്യം, മോക്ഷം എന്ന് പറയുന്ന ആത്മജ്ഞാനം. അതായത് നമ്മൾ ബ്ലിസ് 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 എന്ന് പറയുന്ന അവധൂതാവസ്ഥ. അപ്പം ജീവൻ മുക്തി, ജീവൻ മുക്തിക്ക് വേണ്ടി നമുക്ക് ജപം, പൂജ, യാഗം, ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയയെ ഉപയോഗപ്പെടുത്താം. അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ആലയമാണ്, സ്ഥാപനമാണ് ത്രിപുരാശ്രമം എന്ന് സംക്ഷിപ്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകർക്ക് ലഭിച്ച ഒരു അസുലഭമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് ഈ ഒരു സത്സംഗം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മനോഹരമായിട്ടുള്ളൊരു ആഴത്തിലുള്ള ജ്ഞാനത്തിൻ്റെ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തരികയായിരുന്നു നിത്യാനന്ദ സരസ്വതി സ്വാമിജി. തീർച്ചയായും നമ്മൾ ഓരോ സാധകർക്കും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തീർച്ചയായും ഓരോ വാക്കുകളും പ്രയോജനകരം തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു അവസരം നൽകിയതിന് സ്വാമിജിക്ക് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്ക് അങ്ങേക്ക് മാർഗബന്ധു പുരസ്കാരം നൽകാൻ സാധിച്ചതും നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന്? മാർഗബന്ധു പുരസ്കാരം സ്വീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്താ പറയുക ഒരു സത്സംഗ വിചാരമാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് സന്ദേശമായിട്ട് പറയാനുള്ളത്. അപ്പോൾ സാധകന്മാരോട് വിശേഷിച്ച് പറയുന്നത് അത് പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. സതു ദീർഘകാല നൈരന്തര്യ സൽക്കാര സേവിതോ ദൃഢഭൂമി എന്ന് പറയും. അതായത് നമ്മുടെ ഗുരുമുഖത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യ, അത് ജപമോ ധ്യാനമോ അല്ല മാർഗം ഏതുമായിക്കൊള്ളട്ടെ, ആ മാർഗത്തെ ആദരവോടുകൂടി നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ ആ ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മബോധം, അവധൂതാവസ്ഥ അല്ലെങ്കിൽ ആ പറയുന്ന പരമാനന്ദ അവസ്ഥ അത് സാക്ഷാത്കരിക്കുന്നത് വരെയും, സാക്ഷാത്കരിച്ചതിന് ശേഷമുള്ള അവസ്ഥ കാര്യം നമ്മൾ ആരോടും പറയേണ്ടതില്ല. അപ്പോൾ നമ്മൾ ലക്ഷ്യം അത് ലൗകികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെയും നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനാമാർഗം അത് നമ്മൾ സാധനയായിട്ട് തന്നെ ജീവിതത്തിൽ ഒരു സബരിയായിട്ട് തപസ്സായിട്ട് പിന്തുടരണം ഏവരും എന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല പരസ്പര സാഹോദര്യത്തോടുകൂടി ഇവിടെ ഒരു മാർഗം മാത്രമല്ല, മാർഗങ്ങൾ അനവധിയുണ്ട്. എന്നിട്ടും മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോന്നും അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഗുരു, ആ ഗുരു നൽകിയിരിക്കുന്ന മാർഗം ഉപദേശം അത് സ്വീകരിച്ചത്
അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഓരോ സാധകരും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഏത് രീതിയിലായാലും ഇപ്പം ഇവിടെ അങ്ങോട്ട് വരാൻ കുറച്ച് അസൗകര്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് വന്ന് ആ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്, ഒരു ആദരവ് പ്രകടമാക്കിയതിലും അത് ആ പെരുമാറ്റത്തിൽ കൂടിയും ആണല്ലോ ആജനോദീതി ആചാര്യ തൻ്റെ പ്രവൃത്തിയിലൂടെയും കർമ്മത്തിലൂടെയും സേവനം, ആ ഒരു സാധനയുടെ മാർഗം. അപ്പം അത് ആചരിച്ച് ജീവിക്കുന്ന ആചാര്യന്മാർക്കും അത് കൊടുക്കുന്നു എന്നുള്ള ആദരവ് പ്രകടമായി പ്രത്യക്ഷമായിട്ട് കാണിച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മംഗളം ഭവിക്കട്ടെ. അതിനെ നമുക്ക് നമ്മുടെ ഗുരുപരമ്പരയും ആ സർവേശ്വരനും വിശേഷിച്ച് ത്രിപുരാശക്തിയും അനുഗ്രഹമേകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെല്ലാം സാക്ഷാൽ ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരി ദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം ശ്രീ നാരായണീയേ നമഃ.